ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വൈറ്റിൻ്റെ ഒരു കിടിലം ചെസ് ഓപ്പണിംഗ് ആണ്. ഇറ്റ്സ് കോൾഡ് ദ ക്യൂൻസ് ഗാംബിറ്റ് ലൈൻ ഓഫ് ഓപ്പണിംഗ്. അപ്പോൾ ക്യൂൻസ് ഗാംബിറ്റ് ലൈൻ ഓഫ് ഓപ്പണിംഗ് എന്താണെന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കും. ക്യൂൻസ് ഗാംബിറ്റ് ഒരൊറ്റ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു മൂവ്മെൻറ്റ് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് കളിയിൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങൾക്ക് കളി ജയിക്കാനും പറ്റും. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ക്യൂൻസ് ഗാംബിറ്റ് ലൈൻ ഓഫ് ഓപ്പണിംഗ് നടത്തുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ക്യൂൻസ് ഗാംബിറ്റ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പോൺ ടു D4 ആൻഡ് പോൺ ടു C4 കളിച്ചാൽ അതിനെ ക്യൂൻസ് ഗാംബിറ്റ് ലൈൻ ഓഫ് ഓപ്പണിംഗ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കളി കണ്ടുനോക്കാം. അപ്പോൾ ഇനീഷ്യലി വൈറ്റ് ഓപ്പൺസ് പോൺ ടു D4. അപ്പോൾ ബ്ലാക്കിൻ്റെ റിപ്ലൈ പോൺ ടു D5. അപ്പോൾ നമ്മൾ അടുത്ത ക്യൂൻസ് ഗാംബിറ്റ് തന്നെ പോകുന്നത് ദാറ്റ് ഇസ് പോൺ ടു C4. എന്തിനാ ഇത് ക്യൂൻസ് ഗാംബിറ്റ് എന്ന് വിളിക്കുക? നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ഗാംബിറ്റ് ആണ്. കാരണം ഈ ഒരു പോൺ കംപ്ലീറ്റ്ലി അൺപ്രൊട്ടക്റ്റഡ് ആണ്. ഇതിനെ ആരും പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ എന്തിനാണ് ഇത് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ബ്ലാക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പോണിനെ തള്ളുന്നത്. അതിനാണ് ക്യൂൻസ് ഗാംബിറ്റ് എന്ന് പറയുന്നത്. ഇനിയും ബ്ലാക്ക് ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത് നമ്മൾ ഈ പോണിനെ തള്ളുന്നത് ദാറ്റ് ഇസ് പോൺ ടു E4. ഇങ്ങനെ ഈ രണ്ട് പോണിനെ തള്ളിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി കൺട്രോൾ ദ സെൻറ്റർ കൺട്രോൾ നമ്മുടെ കീഴിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ക്യൂൻസ് ഗാംബിറ്റ് ലൈൻ ഓഫ് ഓപ്പണിംഗ് പോകുന്നത്. ഈ ചെസ്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും സെൻട്രൽ കൺട്രോൾ നമ്മുടെ കീഴിൽ കൊണ്ടുവരണം. എന്നാലേ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും നമുക്ക് അറ്റാക്ക് ചെയ്യാനും ചാൻസസ് ഉള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ബ്ലാക്കിന് ഒരൊറ്റ സെൻട്രൽ പോണേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് സെൻറ്ററിൽ. പക്ഷെ നമുക്കോ രണ്ട് പോണിൻ്റെ ഇൻഫ്ലുവൻസ്, ഈ 4 സ്ക്വയർ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു പോണിനെ നമ്മൾ വെറുതെ കൊടുത്തത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, വെറുതെ കൊടുത്തല്ല, നമുക്കിപ്പോൾ തിരിച്ചു കിട്ടും. കാരണം ഇപ്പം നമ്മുടെ ബിഷപ്പ് ഈസ് ഗോയിങ് ടു അറ്റാക്ക് ദിസ് പോൺ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു വേരിയേഷൻ അത്രയ്ക്ക് നല്ലൊരു വേരിയേഷനാണ്. ഇനിയും നിങ്ങളുടെ ഓപ്പണൻറ്റ് ഈ പോണിനെ വെറുതെ എൻ്റെ ഒരു പോൺ കിട്ടി, ഇനി ഞാൻ ഈ പോണിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിലുള്ളതാണെങ്കിൽ ഞാൻ പറയുന്നു അവനൊരു മണ്ടനാണെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടുനോക്കാം, ഇതിനെ ഇപ്പം പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത് കളിക്കാം ബ്ലാക്കിന് ദാറ്റ് ഇസ് പോൺ ടു B5. ഇങ്ങനെ കളിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത് നമ്മൾ പോണിനെ തള്ളും ദാറ്റ് ഇസ് പോൺ ടു A4. പോൺ ടു A4 കളിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ബ്ലാക്ക് ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ആർ 4 പോൺസ് വിച്ച് ആർ കംപ്ലീറ്റ്ലി ഇമ്മൂവബിൾ. 2 ഡബിൾ പോൺ, 2 കോളത്തിൽ 2 ഡബിൾ പോണായി പോകും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു മൂവ്മെൻറ്റിന് എന്തായാലും ബ്ലാക്ക് ഇവിടെ പോകാൻ സാധ്യതയില്ല. രണ്ടാമത്തെ കാര്യം, പുള്ളി വീണ്ടും ഇത് വെച്ച് സപ്പോർട്ട് ചെയ്യും, ദാറ്റ് ഇസ് പോൺ ടു A6. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദ ക്യാപ്ചർ. അങ്ങനെ പോകാനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ഇത് ക്യാപ്ചർ ചെയ്യത്തില്ല. കാരണം നമ്മുടെ റൂക്ക് ഈ ഒരു റൂക്കിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഇവിടെ ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിട്ട് പുള്ളി ഈ പോൺ കളിക്കുന്നതിന് പകരം ഈ പോണിനെയാണ് കളിക്കുന്നത്, ദാറ്റ് പോൺ ടു C6 ആണ് കളിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവൻ വീണ്ടും പ്രശ്നത്തിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ ഒരു പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു, വീണ്ടും ബ്ലാക്ക് ഈ പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു, അടുത്ത നമ്മൾ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നത് ദാറ്റ് ഇസ് നൈറ്റ് ടു C3. ആൻഡ് അഗെയിൻ യു ക്യാൻ ഗോ ഫോർ ദിസ് ക്യാപ്ചർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ബ്ലാക്ക് ഇത് വെച്ച് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് ക്യാപ്ചർ. നൈറ്റ് ക്യാപ്ചേഴ്സ് ദ പോൺ ഓൺ B5. അങ്ങനെ ക്യാപ്ചർ ചെയ്താൽ വീണ്ടും പോൺ ക്യാപ്ചർ ചെയ്യത്തില്ല. കാരണം അവർ റൂക്ക് ഈസ് സ്റ്റിൽ അറ്റാക്കിംഗ് ദിസ് റൂക്ക്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ഒരു കിടിലം അഡ്വാൻറ്റേജ് ആണ് വൈറ്റിൻ്റെ സൈഡിൽ. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ലൈനിന് പോയി കഴിഞ്ഞാൽ ബ്ലാക്ക് ജയിക്കും എന്നുള്ള കാര്യം. ബ്ലാക്ക് ഡെഫിനറ്റ്ലി ഇത് തോക്കുക തന്നെ ചെയ്യും, ഈ ഒരു വേരിയേഷനാണ് പോകുന്നതെങ്കിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ക്യൂൻസ് ഗാംബിറ്റ് അക്സെപ്റ്റ് വേർഷന് പോയി കഴിഞ്ഞാൽ ബ്ലാക്ക് ഈ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ബ്ലാക്കിൻ്റെ എല്ലാ വേരിയേഷൻസും പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത നിങ്ങളുടെ പീസുകളെ ഡെവലപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വൈറ്റിൻ്റെ സൈഡിലുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പീസുകളെല്ലാം ഡെവലപ്പ് ആവുന്നു. ബ്ലാക്കിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അവൻ എന്തൊക്കെയോ ഒരു പോണിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കളി തോക്കാൻ പോകുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ക്യൂൻസ് ഗാംബിറ്റ് അക്സെപ്റ്റഡ് വേർഷന് പോയി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇത് കളിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരാളാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പല രീതിയിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ പോകാം. ദാറ്റ് ഇസ് കോൾഡ് ദ ക്യൂൻസ് ഗാംബിറ്റ് ഡിക്ലൈൻഡ് വേരിയേഷൻ. ക്യൂൻസ് ഗാംബിറ്റ് ഡിക്ലൈൻ വേരിയേഷൻ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ബ്ലാക്ക് പ്ലേസ് പോൺ ടു E6, ഇതിനെ ക്യൂൻസ് ഗാംബിറ്റ് ഡിക്ലൈൻ വേരിയേഷൻ എന്നാണ് പറയുക. അപ്പം ഇത് തന്നെയാണ് ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ഒരു വേരിയേഷൻ. അപ്പം നമുക്ക് ക്യൂൻസ് ഗാംബിറ്റ് ഡിക്ലൈൻ വേരിയേഷൻ കണ്ടുനോക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ, നമുക്ക് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം നൈറ്റ് ടു C3. അടുത്ത ബ്ലാക്ക് ഡെവലപ്പ് ചെയ്യുന്നു നൈറ്റിനെ, ദാറ്റ് ഇസ് നൈറ്റ് ടു F6. അടുത്ത് നമുക്ക് വീണ്ടും നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം. ദിസ് ഇസ് കോൾഡ് ദ 2 നൈറ്റ്സ് ഡിഫൻസ്. അപ്പം 3 നൈറ്റ് ബോർഡിലുള്ളതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ദ 3 നൈറ്റ്സ് വേരിയേഷൻ.
അപ്പോൾ അടുത്ത ബ്ലാക്കിന് കളിക്കുക എന്ന് പറഞ്ഞാൽ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാം. ദാറ്റ് ഇസ് ബിഷപ്പ് ടു E7. ബിഷപ്പ് ടു E7 കളിക്കുന്നു. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ഡെവലപ്പ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ ബിഷപ്പിനെ നമുക്ക് F4 കളിക്കാം, അല്ലെങ്കിൽ G5 കളിക്കാം. ഇഫ് ബിഷപ്പ് പ്ലേസ് ടു F4, ദിസ് ഇസ് കോൾഡ് ഹാർവിറ്റ്സ് അറ്റാക്ക്. അല്ലെങ്കിൽ നമുക്ക് ബിഷപ്പിനെ എടുത്തിട്ട് G5 ഇടാം. ഇതിനെ വിളിക്കുന്ന പേരാണ് ദ മോഡേൺ വേരിയേഷൻ. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ വേരിയേഷനിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കിങ് സൈഡ് ക്യാസിൽ നടത്തിയെന്ന് വെച്ചോ ബ്ലാക്ക്. കാരണം ബ്ലാക്കിൻ്റെ ഒബ്വിയസ് ഈ നൈറ്റിനെ ഡെവലപ്പ് ചെയ്ത് ബിഷപ്പിനെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു വേരിയേഷൻ പോകാമെന്ന് പറഞ്ഞാൽ ക്യാസിൽ നടത്തുക. അങ്ങനെ ക്യാസിൽ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി ഈ പോണിനെ തള്ളി ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്ത് ക്യാസിൽ നടത്തേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ ഒരു സജഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്യൂവിനെ എടുത്തിട്ടിടാം. ദാറ്റ് ഈസ് ക്യൂൻ ടു C2, അറ്റാക്കിംഗ് മോഡിലോട്ട് പോകാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്കിംഗ് മോഡിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഓപ്പണൻറ്റ് തോക്കാൻ ചാൻസസ് കൂടുതലാണ്. കാരണം ഇവിടെ വേറൊരു കിടിലം വേരിയേഷനിലോട്ട് പോകും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അടുത്തത് ബ്ലാക്ക് ഇത് കളി അറിഞ്ഞുകൂടാത്ത ഒരാളെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പോണിനെ തള്ളും. ദാറ്റ് ഇസ് പോൺ ടു H6. ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവനെ ഒന്ന് ട്രിക്ക് ചെയ്യാം. കാരണം ഇവിടെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നൊരു വേരിയേഷൻ ഞാൻ പറഞ്ഞാൽ ദാറ്റ് ഇസ് പോൺ ടു H4 കളിച്ചാൽ ഇതൊരു കിടിലം ഒരു മാസ്റ്റർ പീസ് മൂവ്മെൻ്റ് ആണ്. ഇത് ആക്ച്വലി ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യാണ്. ഈ ട്രാപ്പിൻ്റെ പേരാണ് ദ ഫിഷിംഗ് പോൾ ട്രാപ്പ്. ഇത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് ഫിഷിംഗ് പോൾ ട്രാപ്പ് എന്നുള്ളൊരു കാര്യം ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബിലോ ഞാൻ മെൻഷൻ ചെയ്യാം. ആ ലിങ്കിൽ നിങ്ങൾക്ക് കയറി ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഫിഷിംഗ് പോൾ ട്രാപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക, എങ്ങനെ ചെയ്യുക, എങ്ങനെ ചെക്ക്മേറ്റ് നടത്തുക, അതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു ഓപ്പണൻറ്റ് മണ്ടനായിട്ട് കളിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സുഖമായിട്ട് ഈ പോൺ വെച്ച് അക്സെപ്റ്റ് ചെയ്യാം. ഈ നൈറ്റിന് ഇപ്പോൾ ഒരു ത്രെട്ടാണ്, നൈറ്റിന് മാറാൻ പറ്റില്ല. നൈറ്റ് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നൈറ്റ് വെച്ച് അറ്റാക്ക് ചെയ്യാം, വീണ്ടും പോൺ വെച്ച് അറ്റാക്ക് ചെയ്യാം, നിങ്ങൾക്ക് ക്യൂവിൻ വെച്ച് അറ്റാക്ക് ചെയ്യാം. എന്നിട്ട് അവസാനം ഇവിടെ ഒരു ചെക്ക്മേറ്റ് ടെൻഡൻസി ഇട്ട് കൊടുക്കാം. അതാണ് ഞാൻ പറയുന്നത്, ഫിഷിംഗ് പോൾ ട്രാപ്പ് വേരിയേഷനാണിത്. അപ്പോൾ ഇതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ക്യൂവിനെ എടുത്ത് ഇട്ടല്ലോ നേരത്തെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് വീണ്ടും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്യൂവിനെ എടുത്ത് ഇട്ട് ഫിഷിംഗ് പോൾ ട്രാപ്പിന് പോകുന്നതിന് പകരം നിങ്ങൾക്കൊരു കാര്യം കൂടെ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് ഇവിടെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഈ പോണിനെ തള്ളാതെ ഈ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ക്യൂൻ സൈഡ് ക്യാസിൽ നടത്താം വൈറ്റിന്. ക്യൂൻ സൈഡ് ക്യാൻസൽ നടത്തിയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കംപ്ലീറ്റ്ലി ഒരു ബീസ്റ്റ് മോഡ് അറ്റാക്കിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ മനസ്സിലാക്കുക, ബ്ലാക്കിൻ്റെ കിങ് സൈഡിലാണ്, നിങ്ങളുടെ കിങ് ക്യൂൻ സൈഡിലാണ്. അപ്പോൾ കിങ് സൈഡിലോട്ടുള്ള എല്ലാ പോൺസിനെയും നിങ്ങൾക്ക് ഇറക്കി വിടാം. അതുപോലെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാം. ക്യൂൻ അറ്റാക്കിംഗ് മോഡിലാണ്, ബിഷപ്പ് അറ്റാക്കിംഗ് മോഡിലാണ്. എല്ലാം കൊണ്ടും ഒരു വെറൈറ്റി രീതിയിലാണ് ഇരിക്കുന്നത്. ഈ ഒരു പൊസിഷനിൽ ഒരിക്കലും ബിഷപ്പിനെ റിട്രീറ്റ് ചെയ്യൽ, ബിഷപ്പിനെ കൊണ്ട് ഡെഫിനറ്റ്ലി ഈ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ അടുത്ത മൂവ്മെൻറ്റ് ഇപ്പം പുള്ളി ഇത് കളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫിഷിംഗ് പോൾ ട്രാപ്പിനൊന്നും പോകണ്ട, ഇതിനെ അറ്റാക്ക് ചെയ്ത് ക്യാപ്ചർ ചെയ്തിട്ട് നൈറ്റിനെ കളഞ്ഞ് ബിഷപ്പിനെ കളഞ്ഞ് ബാക്കിയുള്ള പീസുകളെ ഡെവലപ്പ് ചെയ്യുക. അതാണ് ഞാൻ പറയുന്നത്. ഇതൊരു ബീസ്റ്റ് മോഡ് അറ്റാക്കിംഗ് മോഡിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇനിയും നിങ്ങളൊരു നല്ലൊരു അറ്റാക്കറൊന്നും അല്ല, നിങ്ങൾക്ക് സോളിഡായിട്ട് കളിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ മൂവ്മെൻറ്റിന് തന്നെ പോകാം. അതായതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, അടുത്ത പോണിനെ തള്ളുക. സോ ദാറ്റ് ഈസ് പോൺ ടു E3. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഒരു ചെയിനായി മാറ്റി. ഇതെന്ന് പറയുന്നത് സോളിഡ് ഡിഫൻസിന് വേണ്ടി പോകുന്നവർ മാത്രമാണ്. എന്ന് വെച്ചാൽ വലിയ അറ്റാക്കിംഗ് മോഡുള്ള പെതുക്ക പീസുകളെ ഡെവലപ്പ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് അങ്ങനത്തെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പോകാം. പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ മനസ്സിലാക്കണം, ഈ ബിഷപ്പിനെ ഒരിക്കലും ഇവിടെ വെച്ചോണ്ട് ഈ പോണിനെ തള്ളല്ല. എപ്പോഴും ബിഷപ്പിനെ വെളിയിൽ ഇറക്കിയിട്ടേ ഈ പോണിനെ തള്ളാവൂ, എന്നാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഈ ബിഷപ്പ് അണ്ടർ ഡെവലപ്ഡ് ആയി പോകും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഈ ബിഷപ്പിനെ ഒരിക്കലും വെറുതെ ഇവിടെ ഇട്ട് കറക്കാനോ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കില്ല. ഡെഫിനറ്റ്ലി ഈ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുക, അല്ലെങ്കിൽ ഈ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുക. ഓക്കെ, അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബിഷപ്പിനെ ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നൈറ്റിനെ ബ്ലാക്ക് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബിഷപ്പിനെ എടുത്ത് ഇവിടെ ഇട്ടിട്ട് കിങ് സൈഡ് ക്യാസിൽ നടത്തുക. അങ്ങനെ സേഫായിട്ട് നിങ്ങൾക്കൊരു സോളിഡ് അഡ്വാൻറ്റേജിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ട ക്ലാസിക്കൽ വേരിയേഷൻസിൻ്റെ വേറെ ഒരു പ്രത്യേകിച്ച് പല വേരിയേഷൻസ്. ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ ഇപ്പം ഈ ഒരു പൊസിഷനിൽ നൈറ്റിനെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ 2 നൈറ്റ്സ് ഡിഫൻസിന് പോകുന്നു വെച്ചു. അപ്പോൾ 3 നൈറ്റ്സ് വേരിയേഷന് പോയതിന് ശേഷം ബ്ലാക്കിന് വേറൊരു മൂവ്മെൻറ്റിനൂടെ പോകാം. ഇറ്റ് ഈസ് കോൾഡ് പോൺ ടു C5.
ദിസ് ഈസ് കോൾഡ് ദ തറാഷ് ഡിഫൻസ്. തറാഷ് ഡിഫൻസിന് പോവാം. തറാഷ് ഡിഫൻസ് കളിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊരു അറ്റാക്കിംഗ് മോഡാണ്. ബീസ്റ്റ് മോഡ് ബ്ലാക്ക് തുടങ്ങിയാൽ, ബ്ലാക്കിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിഫൻസാണ്. പക്ഷേ ബ്ലാക്ക് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് തറാഷ് ഡിഫൻസിലോട്ട് പോകും. ഇതെങ്ങനെ കളിക്കണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിലാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് തറാഷ് ഡിഫൻസ് കളിക്കുകയാണെങ്കിൽ ഫുൾ അറ്റാക്കിംഗ് ബീസ്റ്റ് മോഡാണ്. അപ്പോൾ അത് നിങ്ങളുടെ റിസ്ക്കാണ്. അത് നിങ്ങളെടുത്ത് കളിക്കുകയോ തോക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൂവ്മെൻറ്റ് അല്ലാതെ വേറൊരു മൂവ്മെൻറ്റിലൂടെ പോകാം. ഇറ്റ് ഈസ് കോൾഡ് പോൺ ടു C6 ആൻഡ് ദിസ് ഈസ് കോൾഡ് സെമി സ്ലാവ് ഡിഫൻസ്. പക്ഷേ സെമി സ്ലാവ് ഡിഫൻസ് എന്ന് പറയുന്നത് ഇതും ഡിഫൻസീവ് മോഡാണ്. പക്ഷേ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ നൈറ്റിനെ ഇങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അതായത് C6 ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നൈറ്റിനെ ആകെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് D7 അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കി വേണ്ടത് കളിക്കാൻ. ഈ വേരിയേഷൻ സെമി സ്ലാവ് ഡിഫൻസ് ഞാൻ കംപ്ലീറ്റ്ലി വേറൊരു വീഡിയോ എടുക്കുന്നതാണ്. അത് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അതും ഒരു കിടിലം ഡിഫൻസ് തന്നെയാണ്. പക്ഷേ അത് കളിക്കേണ്ട രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ ക്യൂൻസ് ഗാംബിറ്റിൻ്റെ ഒരു ജനറൽ ഡെവലപ്മെൻറ്റ് മൂവ്മെൻറ്റ്സ് ഞാൻ മിക്കതും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ക്യൂൻസ് ഗാംബിറ്റിൻ്റെ ജനറൽ ഡെവലപ്മെൻറ്റ് മൂവ്മെൻറ്റ്സ്. അപ്പം അടുത്തത് ഞാൻ ബ്ലാക്കിൻ്റെ ഒരു സൈഡിലെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. അടുത്ത് നമുക്ക് ബോർഡിനെ ഫ്ലിപ്പ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ബ്ലാക്കിൻ്റെ സൈഡിൽ നിന്നുള്ള റിപ്ലൈ നമുക്ക് കണ്ടുവെക്കാം. ക്യൂൻസ് ഗാംബിറ്റ് നിങ്ങളുടെ ഓപ്പണൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങളെങ്ങനെ കളിക്കും, ആ കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ. നിങ്ങളുടെ ഓപ്പണൻറ്റ് ക്യൂൻസ് ഗാംബിറ്റ് എടുത്താൽ നിങ്ങൾക്ക് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയല്ല, അവർക്കും എടുക്കാം. അവർക്കെടുത്താൽ നിങ്ങളെങ്ങനെ കളിക്കും അത് നമുക്കിത് കണ്ടുവെക്കാം. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിൽ നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ വൈറ്റ് ഓപ്പൺ ചെയ്യുന്ന ക്യൂൻസ് ഗാംബിറ്റാണ്. അപ്പം ആദ്യം കളിക്കുന്നത് പോൺ ടു D4, നമ്മൾ കളിക്കുന്നത് പോൺ ടു D5, അടുത്ത പോൺ ടു C4 കളിക്കുന്നു. അപ്പോൾ ക്യൂൻസ് ഗാംബിറ്റ് ലൈൻ ഓഫ് ഓപ്പണിങ് നടത്തി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കളിക്കാൻ പറ്റുന്ന ഒരു കിടിലം മൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. അറ്റാക്കിംഗ് മോഡിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ആൽബിൻ കൗണ്ടർ ഗാംബിറ്റ്. ആൽബിൻ കൗണ്ടർ ഗാംബിറ്റ് കുറച്ചുകൂടെ ഒരു സ്ട്രാറ്റജിക് പോയിന്റ് ഓഫ് മൂവ്മെൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് അറ്റാക്കിംഗ് ബീസ്റ്റ് മോഡാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇപ്പം പോൺ അക്സെപ്റ്റ് ചെയ്താൽ, ദാറ്റ് ഈസ് പോൺ അക്സെപ്റ്റ് ഓൺ E5 ആണെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് പ്രൊസീഡ് വിത്ത് മൂവ്മെൻറ്റ് അപ്വേർഡ്സ്. പോണിനെ തള്ളി മുകളിലോട്ട് വിടാം. ദാറ്റ് ഇസ് പോൺ ടു D4. ഇങ്ങനെ കളിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും ഞാൻ മണ്ടനാണോ? അല്ല, നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് കോൾഡ് ദ ഹാലോസർ ട്രാപ്പ്. ഹാലോസർ ട്രാപ്പ് നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബിലോ കാണാം. ഒരു ലിങ്ക് ഞാൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഹാലോസർ ട്രാപ്പ് എന്താണെന്നുള്ള കാര്യം കംപ്ലീറ്റ്ലി ഞാൻ അവിടെ പറയുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മൂവ്മെൻറ്റ് എങ്ങനെ കളിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കും. അതും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഹാലോസർ ട്രാപ്പ് ചിലവർക്ക് അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ കളിക്കുമ്പോൾ അവരതിനുള്ള കൗണ്ടർ ഫീറ്റ് അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കാണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഗുഡ് ബൈ പറഞ്ഞ നിങ്ങൾ കളി തോക്കും. അപ്പോൾ ഹാലോസർ ട്രാപ്പ് അറിയോ അറിയത്തില്ല എന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ. നിങ്ങളുടെ ഓപ്പണൻ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കളി തോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാം. അപ്പോൾ നമുക്കിത് കണ്ടുനോക്കാം. അപ്പോൾ ഈ ആൽബിൻ കൗണ്ടർ ഗാംബിറ്റ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബ്ലാക്ക് ആയിട്ട് കളിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്? അറ്റാക്ക് ചെയ്യേണ്ട, നിങ്ങൾ സിമ്പിളായിട്ട് ഡിഫെൻസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ക്യൂൻസ് ഗാംബിറ്റ് ലൈൻ ഓഫ് ഓപ്പണിംഗ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകേണ്ടത് ക്യൂൻസ് ഗാംബിറ്റ് ഡിക്ലൈൻ വേർഷൻ. ഇതാണ് ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ഡിഫൻസ് വേർഷൻ. അടുത്ത നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്യും, നിങ്ങൾ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ അടുത്ത വീണ്ടും നൈറ്റിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബിഷപ്പിനെ എടുത്തിട്ട് ഈ നൈറ്റിനെ പിൻ ചെയ്യുക. ഈ ബിഷപ്പിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഒരു ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കി ഇതിനെ ട്രേഡ് ഓഫ് ചെയ്തോണം. ഫോർ എക്സാമ്പിൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഷപ്പിനെ എടുത്തിട്ട് വൈറ്റ് ഇവിടെ ഇടും, D2 ഈ പിന്ന് മാറ്റാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. കാരണം പിന്ന് മാറ്റിയില്ലെങ്കിൽ ഉള്ള പറഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ പിന്ന് മാറ്റിയില്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു മൂവ്മെൻറ്റാണ് വൈറ്റ് കളിക്കുന്നെങ്കിൽ നിങ്ങൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്താൽ ഈ പോണിനെ എടുത്തിട്ട് ഡബിൾ പോണായി പോകും. ആ ഒരു മൂവ്മെൻറ്റ് എന്തായാലും വൈറ്റ് പോകാൻ ചാൻസ് ഇല്ല. അപ്പം ഇവിടെ ഏറ്റവും ബെസ്റ്റ് മൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ക്യാൻ പ്ലേ ബിഷപ്പ് ടു D2. അങ്ങനെ കളിച്ചിട്ട് ഈ നൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ നൈറ്റിനെ അക്സെപ്റ്റ് ചെയ്യുക, ബിഷപ്പ് അക്സെപ്റ്റ് ചെയ്യും, അതിനെ പോവാവും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വേരിയേഷൻ കാണാം. പിന്നെയുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ അനുസരിച്ചിരിക്കും. അതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ കളിക്കുന്ന രീതിയല്ല നിങ്ങൾ കളിക്കുന്നത്. അപ്പം മിഡിൽ ഗെയിം വരെ എനിക്ക് പറയാൻ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതാണ് ക്യൂൻസ് ഗാംബിറ്റ് ഡിക്ലൈൻ വേർഷൻ. അടുത്തെന്ന് പറഞ്ഞാൽ വേറൊരു ഡിഫൻസ് ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് സെമി സ്ലാവ് ഡിഫൻസ്. സെമി സ്ലാവ് ഡിഫൻസ് ഞാൻ പറഞ്ഞത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യും. അതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു പൊസിഷനിൽ പിന്നെ നിങ്ങൾക്ക് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യണം, അതുപോലെ ഈ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം, അതുപോലെ ഈ പോണിനെ തള്ളിയിട്ട് ഈ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ കുറേ മൂവ്മെൻറ്റ്സ് അതിൻ്റെ ഉണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് വേറെ വീഡിയോയിൽ എടുക്കാം. പിന്നെ വേറൊരു കിടല മൂവ്മെൻറ്റ് കൂടെ ഉണ്ട് ഇവിടെ. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ക്യൂൻസ് ഗാംബിറ്റ് ലൈൻ ഓഫ് ഓപ്പണിങ്ങിന് വൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കിടല മൂവ്മെൻറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഇവിടെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്ത് ദിസ് ഈസ് കോൾഡ് ദ ചിഗോറിയൻ ഡിഫൻസ്.
ചിഗോറിൻ ഡിഫൻസ്. ഈ പേരിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ. പേരിൽ ഒരു കാര്യമില്ല. എങ്ങനെയാണ് നിങ്ങൾ കളിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളിതൊക്കെ യൂഷ്വലി ഒരു ചെസ് പ്ലെയറിൻ്റെ കൂടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ കൂടെ കളിക്കുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ആണ്. അതിന് പല വേരിയേഷൻസിന് പല പേരുകളുണ്ടെന്നേ ഉള്ളൂ. അതിനൊന്നും വലിയ കാര്യമില്ല. നിങ്ങൾ എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു തരാനുള്ള ബേസിക് കാര്യങ്ങളെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ദാറ്റ് ഇസ് അപ് ടു ദ മിഡിൽ ഗെയിം. ബാക്കിയൊക്കെ നിങ്ങളുടെ സെറ്റപ്പ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇവിടെ ഈ ചിഗോറിൻ ഡിഫൻസിൽ പോയാലെന്ന് പറഞ്ഞാൽ ഇഫ് ദ പോൺ അക്സെപ്റ്റ്സ് യു ക്യാൻ ബ്രിങ് യുവർ ക്യൂൻ ടുവേർഡ്സ് ദ സെൻറ്റർ ഇനീഷ്യലി. പെട്ടെന്ന് തന്നെ ക്യൂനെ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഇസ് ക്യൂൻ പ്ലേസ് D5. അത് മാത്രമല്ല ക്യൂൻ D5 കളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നൈറ്റും ഈ ക്യൂനും കൂടെ അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ അടുത്ത എന്തായാലും ഈ പോൺ വെച്ച് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നൈറ്റിനെ വെച്ച് ഈ ഒരു ക്യൂനെ ത്രെട്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ക്യാൻ ഗോ ആൻഡ് അക്സെപ്റ്റ് ദിസ് പോൺ. ആൻഡ് ബിക്കോസ് നൈറ്റിന് ഡിഫൻസ് ഉണ്ട്. അപ്പോൾ ക്യൂൻ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നൈറ്റ് വെച്ച് ട്രേഡ് ഓഫ് ചെയ്യും. അത് മാത്രമല്ല ഒരു പോൺ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. രണ്ടാമത്തെ കാര്യം, ഈ പോണിനെ വെച്ചിട്ട് പുള്ളി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം പോണിനെ വെച്ച് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ദെൻ യു ക്യാൻ ഗോ ഫോർ എ ബെറ്റർ മൂവ്മെൻറ്റ്. ദാറ്റ് ഇസ് യു ക്യാൻ ഗോ പോൺ ടു E6. പോൺ ടു E6 കളിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കളിക്കാമെന്ന് പറഞ്ഞാൽ പോൺ ടു E5. സെൻറ്ററിനെ നിങ്ങൾക്ക് നേരത്തെ അറ്റാക്ക് ചെയ്യാം. കാരണം ഈ ഒരു പോണിനെ തള്ളിക്കഴിഞ്ഞുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബിഷപ്പിൻ്റെ ഡെവലപ്മെൻറ്റ് ഹോൾട്ടിലോട്ട് കൊണ്ടുവരിക. ദാറ്റ് ഇസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ബ്രിങ്ങിങ് എ ബിഷപ്പ് ഹിയർ. അപ്പം അങ്ങനൊരു ചാൻസ് കൊണ്ടുവരുന്നതിന് പകരം ആണ് ഈ ഒരു ഹോൾട്ടിലോട്ട് എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് വൈറ്റിന് വേറൊരു മൂവ്മെൻ്റ് ഉണ്ട്. ദാറ്റ് ഇസ് ഹി ക്യാൻ പ്ലേ നൈറ്റ് ടു C3. അങ്ങനെ കളിച്ചാൽ നിങ്ങൾ ഒരിക്കലും ക്യൂനെ മാറ്റണ്ട. ക്യൂനെ മാറ്റണ്ടേ? ക്യൂനെ മാറ്റിയതിൽ അറ്റാക്ക് ചെയ്യത്തില്ല. ഇല്ല, കുഴപ്പമില്ല, ക്യൂനെ മാറ്റണ്ട, ബിഷപ്പിനെ എടുത്തിടാം. ദാറ്റ് ഇസ് ബിഷപ്പ് പ്ലേസ് ടു B4 ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ലോക്സ് ദ നൈറ്റ് ടു ദ കിങ്. അപ്പം നൈറ്റ് ഇപ്പോൾ കിങ്ങിലോട്ട് പിൻഡാണ്. അങ്ങനെ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ക്യൂൻസ് ഗാംബിറ്റ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. സോ ഇഫ് യു ഡു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. Till then, goodbye. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്യൂൻസ് ഗാംബിറ്റ് ലൈൻ ഓഫ് ഓപ്പണിങ്ങിൻ്റെ അക്സെപ്റ്റഡിൻ്റെ എല്ലാ വേരിയേഷൻസും ആണ് നമ്മളിതിൽ കവർ ചെയ്യാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആക്ച്വലി ക്യൂൻസ് ഗാംബിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ക്യൂൻസ് ഗാംബിറ്റ് ചെയ്യാനുള്ള ആ ഒരു കംപ്ലീറ്റ് വീഡിയോ എനിക്ക് ഇറക്കാൻ പറ്റിയില്ല. അതിൽ തന്നെ നമ്മൾ കൂടുതലും അക്സെപ്റ്റ് ചെയ്യാത്ത വേരിയേഷൻസാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി ഞാൻ കാണിക്കാൻ പോകുന്നത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള വേരിയേഷൻസ് മാത്രമേ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ആക്ച്വലി ക്യൂൻസ് ഗാംബിറ്റ് നടത്താൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ D4 പോണും അതുപോലെ C4 പോണിനെ നമ്മൾ തള്ളിക്കഴിഞ്ഞാൽ അതിനെയാണ് ക്യൂൻസ് ഗാംബിറ്റ് ലൈൻ ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ കളിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇനീഷ്യലി പോൺ ഓപ്പൺസ് D4. ബ്ലാക്കിൻ്റെ സൈഡിൽ നിന്നുള്ള റിപ്ലൈ ആണ് പോൺ ടു D5. അപ്പം നമ്മൾ കളിക്കുന്നു പോൺ ടു C4. അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഇതിനെയാണ് ക്യൂൻസ് ഗാംബിറ്റ് എന്ന് വിളിക്കുക. ഇനി ഇവിടെയുള്ള അക്സെപ്റ്റഡ് വേരിയേഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പോൺ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്തൊക്കെ രീതിയിൽ കളി പ്രൊസീഡ് ചെയ്യാമെന്നുള്ളൊരു കാര്യം നമുക്ക് ഈ കളി കണ്ടുനോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ബേസിക് മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ പോൺ ടു E3 കളിക്കുക, അല്ലെങ്കിൽ പോൺ ടു E4 കളിക്കുക. പോൺ ടു E3 കളിക്കുകയാണെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു ഡിഫെൻസീവ് മോഡ് ഓഫ് ഗെയിം ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പോൺ ടു E4 കളിക്കാനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിലുള്ള 4 സ്ക്വയേഴ്സിൻ്റെ കൺട്രോൾ നമുക്ക് ആദ്യം തന്നെ കിട്ടും. അങ്ങനെ കിട്ടിയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്കിൻ്റെ സൈഡിൽ നിന്നുള്ള ഡെവലപ്മെൻറ്റ്സ് നമുക്ക് കുറേയൊക്കെ പെതുക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് നമുക്കൊരു അറ്റാക്കിംഗ് സ്റ്റേജിലോട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഇനീഷ്യലി നമ്മൾ പോൺ ടു E4 കളിക്കുന്നത്. കാരണം പോൺ ടു E4 കളിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ സെൻറ്റർ നമുക്ക് നല്ലൊരു കൺട്രോൾ കിട്ടും. ബ്ലാക്കിൻ്റെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ സെൻട്രൽ പോണേ ഉള്ളൂ. അപ്പം അതൊരു വലിയൊരു ഇൻഫ്ലുവൻസ് ഒന്നും ഈ ബോർഡിലോട്ട് ഉണ്ടാക്കത്തില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കണ്ടുനോക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ഡിഫെൻസീവ് പ്ലെയറാണ്, പോൺ ടു E3 ആണ് കളിക്കുന്നതെങ്കിൽ നമുക്ക് എന്തൊക്കെ വേരിയേഷൻ ഉണ്ടെന്ന് നോക്കാം. ആദ്യം പോൺ ടു E3 കളിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബിഷപ്പ് അല്ലെ വെള്ള ആന ഈ പോണിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് പോൺ അറ്റ് C4. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോണിനെ ഇനി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള രീതിയിലാണ് വൈറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പോൺ ടു B5 കളിക്കാം. പക്ഷേ പോൺ ടു B5 കളിച്ചാൽ ഒരു നല്ല മൂവ്മെൻ്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ റൂക്കിൻ്റെ ഫ്രണ്ടിലുള്ള പോണിനെ തള്ളി A4 തള്ളാൻ പറ്റും. തീർച്ചയായിട്ടും ഈ പോൺ ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കണ്ടോളൂ, ഒരു ഓക്വേർഡ് പീസായി മാറും.
എന്ന് പറഞ്ഞാൽ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡബിൾ പോണാണ്. 2 ഡബിൾ പോണുള്ള 2 കോളമായി മാറും. തീർച്ചയായിട്ടും ഇതൊരു വേ ഓഫ് ഓപ്പണിംഗ് അല്ല ബ്ലാക്കിൻ്റെ സൈഡിൽ നിന്ന്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യൂനും അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ ബിഷപ്പും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇഷ്ടം പോലെ ഓപ്പണിങ്സും ഉണ്ട്, അതുപോലെ അറ്റാക്കിംഗ് സ്റ്റേജസും ഉണ്ട്. തീർച്ചയായിട്ടും അടുത്ത ക്യൂന് ഈ ഒരു പോണിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ചെക്ക് വിളിക്കാൻ പറ്റും ബ്ലാക്ക് കിങ്ങിനെതിരെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബ്ലാക്ക് ഇങ്ങനൊരു ക്യാപ്ചറിന് പോകത്തില്ല. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു പോണിനെ ബ്ലാക്കിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ഒരു പോണിനെ, അതായത് A7 പോണിനെയും അതുപോലെ C7 പോണിനെയും വെച്ച് സപ്പോർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് നോക്കാം. A7 പോണിനെ വെച്ച് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ ക്യാപ്ചർ നടത്തും. ക്യാപ്ചർ നടത്തിയാൽ തിരിച്ച് ബ്ലാക്ക് ക്യാപ്ചർ ചെയ്യത്തില്ല. കാരണം തിരിച്ച് ബ്ലാക്ക് ക്യാപ്ചർ ചെയ്താൽ നമ്മുടെ റൂക്ക് കറുത്ത റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മൂവ്മെൻറ്റിന് ബ്ലാക്ക് പോകാൻ സാധ്യതയില്ല. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു A7 പോണിനെ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം C7 വെച്ചുള്ള പോണിനെ സപ്പോർട്ട് ചെയ്യാം. C7 വെച്ചുള്ള പോണിനെ സപ്പോർട്ട് ചെയ്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അക്സെപ്റ്റിന് തന്നെ പോകുന്നു. തിരിച്ച് ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അടുത്ത നമ്മൾ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ വീണ്ടും പോണിനെ അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ ഈ പോണിനെ വീണ്ടും നമ്മുടെ ബ്ലാക്ക് A7 പോൺ വെച്ച് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട വേരിയേഷനിലോട്ട് പോകും. തിരിച്ച് റൂക്കിനെ തന്നെ അറ്റാക്ക് ചെയ്യും. കാരണം ഈ ഒരു പോയിന്റിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ആ കളി ബ്ലാക്ക് കളിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ നൈറ്റ് ക്യാപ്ചർ ചെയ്യാം. നൈറ്റ് ക്യാപ്ചർ ചെയ്താൽ വീണ്ടും റീക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റൂക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വെള്ള റൂക്ക് കറുത്ത റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം ഇവിടെ വേറൊരു നല്ല മൂവ്മെൻറ്റ് കൂടെ കളിക്കാൻ പറ്റും. അത് ദാറ്റ് ഈസ് കോൾഡ് ക്യൂൻ ടു F3. ക്യൂൻ ടു F3 കളിച്ചാലുള്ള ഏറ്റവും നല്ലൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ആക്ച്വലി ഈ റൂക്ക് പോകുന്ന ഒരു മട്ടിലാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും നൈറ്റിനെ അല്ലെങ്കിൽ ബിഷപ്പിനെ ഇവിടെ കൊടുക്കേണ്ടി വരും തീർച്ചയാണ്. അപ്പം ഇവിടെ ഏറ്റവും നല്ല മൂവ്മെൻറ്റ് അടുത്ത ബ്ലാക്കിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഷപ്പിനെ എടുത്തിടുക തന്നെയാണ്. ബിഷപ്പിനെ എടുത്തിട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ബ്ലാക്ക് വൈറ്റ് ക്യൂൻ പോയിട്ട് അതിനെ ക്യാപ്ചർ ചെയ്യും. അതുപോലെ അടുത്ത മൂവ്മെൻറ്റിൽ ഈ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും നൈറ്റിനെ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു അഡ്വാൻറ്റേജിലാണ് വൈറ്റ് ഇരിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും ബിഷപ്പ് നമ്മുടെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞു. അതായത് വെള്ള ആനെ കറുത്ത ആനെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു പീസ് ഓപ്പോസിറ്റ് സൈഡിൽ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ എൻഡ് ഗെയിം എന്ന് പറയുന്നത് വൈറ്റ് ജയിക്കുക തന്നെ ചെയ്യും. ഇനി നമുക്ക് വേറൊരു വേരിയേഷൻ കണ്ടു നോക്കാം. ഇപ്പം ഈ പോൺ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്ന വേരിയേഷൻസ് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അടുത്ത മേജർ പീസുകളെ വെച്ച് ബ്ലാക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ നടക്കും നോക്കാം. അപ്പോൾ ഗൈസ് അടുത്ത നമുക്ക് ബിഷപ്പിനെ വെച്ച് ബ്ലാക്ക് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പം ഈ ഒരു കളിയിൽ നമ്മൾ വൈറ്റായിട്ട് പോണിനെ തള്ളിയതിന് ശേഷം സപ്പോർട്ട് ചെയ്തതിന് ശേഷം അടുത്ത ബ്ലാക്ക് ബിഷപ്പിനെ എടുക്കുകയെന്ന് വെച്ചോ, ബിഷപ്പ് ടു E6 കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ബിഷപ്പ് ഇപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ അടുത്ത് കളിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുക. ദാറ്റ് ഇസ് നൈറ്റ് ടു F3. നൈറ്റ് ടു F3 കളിക്കുമ്പോൾ തീർച്ചയായിട്ടും അടുത്തത് ഒരു പോണിനെ തള്ളുന്നു ബ്ലാക്ക്, ദാറ്റ് ഇസ് പോൺ ടു C6. അതെന്തിനാണെന്ന് വെച്ചാൽ അടുത്ത ഈ ഒരു പോണിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ തള്ളിയിട്ട് ഈ ഒരു പോണിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കളിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത നിങ്ങൾ ക്യൂവിനെ ഡെവലപ്പ് ചെയ്യാൻ, ദാറ്റ് ഇസ് ക്യൂൻ ടു C2. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ബിഷപ്പും അതുപോലെ ക്യൂനും രണ്ടും കൂടെയാണ് ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോണിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ബ്ലാക്കിൻ്റെ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് ബ്ലാക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ ഒരു വേരിയേഷനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത പോണിന് സപ്പോർട്ട് ചെയ്യാം, ദാറ്റ് ഇസ് പോൺ ടു B5. ഇപ്പോൾ ഈ പോണും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ബിഷപ്പും സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ 2 സപ്പോർട്ടേഴ്സ് ഉണ്ട് തീർച്ചയാണ്. അപ്പോൾ നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മളിവിടെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കളിക്കുന്നത്. അതിനാണ് നമ്മൾ ഈ നൈറ്റിനെ ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് കളിക്കാം നൈറ്റ് ടു G5. നൈറ്റ് ടു G5 കളിച്ചുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ നൈറ്റ് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മോറോവർ ഈ നൈറ്റ് ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് H7 പോണിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. H7 പോണിനെ 2 പീസുകളാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഒന്ന് ക്യൂനും കൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ നൈറ്റും കൂടെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 അറ്റാക്കേഴ്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു പോയിന്റിൽ ബ്ലാക്ക് ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിട്ട് ഈ പോണിനെ സേവ് ചെയ്യാനുള്ള രീതിയിലാണ്, അല്ലെ രക്ഷപ്പെടുത്താനുള്ള രീതിയിൽ ജസ്റ്റ് പോണിനെ ഫ്രണ്ടിലോട്ട് തള്ളുകയാണെങ്കിൽ അവൻ വലിയൊരു നഷ്ടത്തിലോട്ട് തന്നെ പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് ബിഷപ്പിനെ അക്സെപ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ബിഷപ്പ് അറ്റ് E6 നമ്മൾ എടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നൈറ്റ് ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജിലാണ്, ഒരു ബിഷപ്പിനെ കിട്ടിയില്ല. അടുത്ത ക്യൂവിനെ അറ്റാക്ക് ചെയ്യാണ്. അപ്പം എന്ത് ചെയ്യണം, അടുത്ത പോൺ വെച്ചിട്ട് ബ്ലാക്ക് ക്യാപ്ചർ ചെയ്യും. അങ്ങനെ പോൺ വെച്ച് ക്യാപ്ചറുള്ള പ്രശ്നം നിങ്ങൾ നോക്കി നോക്കിയോളൂ, 2 ഡബിൾ പോണായി. വീണ്ടും ഈ കംപ്ലീറ്റ് റോയിൽ ഡെവലപ്മെൻറ്റ് നടക്കത്തില്ല. മാത്രമല്ല ഈ കിങ് ഇപ്പോൾ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ക്യൂവിന് ഇവിടെ വന്നിട്ട് ഒരു ചെക്ക് വിളിക്കാം.
അതുകൊണ്ട് ഈ കിങ് ഇങ്ങോട്ട് മാറിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വേറൊരു വഴിയില്ല, അല്ലെ ചെക്ക്മേറ്റാണ്. ഇവിടെ ഒരു പീസ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക്മേറ്റ് ആയതിന്. ഈ ഒരു പോയിന്റിൽ ഈ കിങ്ങിന് ഇങ്ങോട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ കിങ് ഇങ്ങോട്ട് എസ്കേപ്പ് ചെയ്തുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കാസലിംഗ് പ്രിവിലേജ് ഈ കിങ്ങിൻ്റെ പോവും. പിന്നെ ഇവിടെ എല്ലാം ഓപ്പൺ ആണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നൈറ്റിനെയും അതുപോലെ ബിഷപ്പിനെയും, വെള്ള ബിഷപ്പിനെയും കറുത്ത ബിഷപ്പിനെയും ഒക്കെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ട് ഈ കിങ്ങിനെ നിങ്ങൾക്ക് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കാം. തീർച്ചയായിട്ടും ഇതിൻ്റെ എൻഡ് ഗെയിം വൈറ്റിൻ്റെ തന്നെ ഒരു വലിയൊരു വിജയം തന്നെയായിരിക്കും. അപ്പം ഈ ഒരു വേരിയേഷന് തീർച്ചയായിട്ടും ബ്ലാക്ക് ഇവിടെ പോകാൻ സാധ്യതയില്ല. അപ്പം ഈ ഒരു പോയിന്റിൽ ബിഷപ്പിനെ ബാക്കിലോട്ട് മാറ്റി ഈ ഒരു പോണിനെ സപ്പോർട്ട് ചെയ്യാനേ ബ്ലാക്ക് ശ്രമിക്കത്തുള്ളൂ, അല്ലാതെ ഈ നൈറ്റിനെ കൊണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സമ്മതിച്ച് കൊടുക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെട്ട ഒരു പോണിന് ഇവിടെ നിങ്ങൾക്ക് വീണ്ടെടുക്കാം ഈ നൈറ്റ് വെച്ചുകൊണ്ട്. ഈ നൈറ്റ് ക്യാപ്ചേഴ്സ് ദ പോൺ ഓൺ H7. അങ്ങനെ H7 പോണിനെ ക്യാപ്ചർ ചെയ്യും. തീർച്ചയായിട്ടും അടുത്ത ബിഷപ്പിനെ കൂടെ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വലിയൊരു മുൻതൂക്കത്തിൽ നിങ്ങൾക്ക് മുമ്പിലോട്ട് പോകും. കാരണം അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ബിഷപ്പിനെ അക്സെപ്റ്റ് ചെയ്യുന്നതോടെ കിങ് അതിനെ വീണ്ടും റീ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് കാരണം കിങ്ങിൻ്റെ കാസലിംഗ് പ്രിവിലേജും നഷ്ടപ്പെടും. അപ്പം വളരെ നല്ലൊരു മുമ്പിലോട്ട് നമുക്ക് വൈറ്റായിട്ട് പോകാം. അതാണ് ബിഷപ്പിനെ വെച്ചുള്ള ബ്ലാക്ക് കളിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയേഷൻ. ഇനി അടുത്ത നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ ബ്ലാക്ക് ക്യൂൻ വെച്ച് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ കളിക്കാൻ നോക്കാം. ഇപ്പം ബ്ലാക്ക് ക്യൂൻ കളത്തിലോട്ട് ഇറങ്ങിക്കൊണ്ട് ഈ ഒരു പോണിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റിൽ നമ്മൾ ഈ ഒരു നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം ആദ്യം നമ്മൾ ഈ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുക. ദാറ്റ് ഇസ് നൈറ്റ് പ്ലേസ് ഓൺ C3 ഡെവലപ്പ് ചെയ്യുക. C3 ഡെവലപ്പ് ചെയ്യുമ്പം ഇപ്പം ആക്ച്വലി ഈ നൈറ്റ് ഈ ഒരു ക്യൂനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് ക്യൂനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ബ്ലാക്ക് ക്യൂൻ മാറണം. ഇതിനിപ്പോൾ ആക്ച്വലി ഈ പോണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രണ്ട് കളത്തിലോട്ട് മാറാം. ഒന്നെങ്കിൽ അതിന് E6 മാറാം, അല്ലെങ്കിൽ C6 മാറാം. ഇപ്പോൾ E6 മാറിയാൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം E6 മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം, നൈറ്റ് F3. അങ്ങനെയാണെങ്കിൽ തീർച്ചയാണ് അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പം ബ്ലാക്കിന് ഒരു നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചു, നൈറ്റ് F6 കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത നൈറ്റിനെ വീണ്ടും ഡെവലപ്പ് ചെയ്തിട്ട് ഈ ഒരു പോണിനെ ക്യാപ്ചർ ചെയ്തെടുക്കാം. കാരണം ഇവിടെ ഇപ്പോൾ രണ്ട് അറ്റാക്കേഴ്സ് ഉണ്ട്. ഇപ്പം E5 നൈറ്റും അതുപോലെ F1 ബിഷപ്പും ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് C4 പോണിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പോണിനെ അക്സെപ്റ്റ് ചെയ്ത് മാറ്റാം. അതുമാത്രമല്ല ഈ ബിഷപ്പിനെ മാറ്റിയതിന് ശേഷം കിങ് സൈഡ് കാസലും നടത്താം. അതുമാത്രമല്ല നിങ്ങൾക്കൊരു വലിയ പൊസിഷണൽ അഡ്വാൻറ്റേജും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മൂവ്മെൻറ്റിന് എന്തായാലും ബ്ലാക്ക് പോകാൻ സാധ്യതയില്ല. ഇനി അടുത്ത് നമുക്ക് കണ്ടുവെക്കാം ക്യൂനെ E6 മാറ്റുന്നതിന് പകരം ഇപ്പം ക്യൂനെ എടുത്തിട്ട് C6 ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു. ഇപ്പോൾ ക്യൂനെ C6 മാറ്റുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞാൽ അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്യും, നൈറ്റ് F3. പക്ഷേ ഈ ഒരു പോയിന്റിൽ ബ്ലാക്കിന് ഒരു നല്ലൊരു മൂവ്മെൻ്റ് ഉണ്ട്. അതായത് ബിഷപ്പിനെ വെച്ചുകൊണ്ട് ഈ നൈറ്റിനെ പിൻ ചെയ്യുക. ദാറ്റ് ഈസ് ബിഷപ്പ് പ്ലേസ് ടു G4. അങ്ങനെയാണെങ്കിൽ ഈ നൈറ്റിനെ ഇപ്പം നമുക്ക് മാറ്റാൻ പറ്റില്ല, കാരണം ഇത് ക്യൂനിലോട്ട് പിൻഡാണ്, ക്യൂൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ കളിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടൊരു മൂവ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് പോണിനെ ഫ്രണ്ടിലോട്ട് തള്ളാം, പോൺ ടു D5. ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഈ ഒരു മന്ത്രി ഇത് അറ്റാക്ക് ചെയ്യാണ്, അതായത് ബ്ലാക്ക് ക്യൂവിനെ ഇത് അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ബ്ലാക്ക് ക്യൂവിന് ഇവിടെ മാറിയേ പറ്റത്തുള്ളൂ, കാരണം ഈ പോണിനെ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നൈറ്റ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ക്യൂവിനും ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്രൊട്ടക്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ക്യൂൻ വീണ്ടും A6 എന്ന് പറഞ്ഞ കളത്തിലോട്ട് പോവുകയാണെങ്കിൽ, കാരണം ഇപ്പോൾ ഈ പോണിനെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, A6 പോയിക്കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടെ എന്ത് കളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ പോണിനെ തള്ളാം. ദാറ്റ് ഇസ് പോൺ ടു B3. പോൺ ടു B3 കളിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പോണിനെ ബ്ലാക്ക് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അക്സെപ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ബിഷപ്പ് ഈ മന്ത്രയെ ക്യാപ്ചർ ചെയ്യും, അതായത് ബ്ലാക്ക് ക്യൂവിനെ ക്യാപ്ചർ ചെയ്യും. അപ്പം ഇങ്ങനൊരു മൂവ്മെൻറ്റ് വീണ്ടും ബ്ലാക്ക് കണ്ടിട്ട് വീണ്ടും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പോൺ ടു B5 തള്ളുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ പോണിനെ അക്സെപ്റ്റ് ചെയ്യണം. ദാറ്റ് ഇസ് പോണിനെ C4 പോണിനെ ക്യാപ്ചർ ചെയ്യുക. വീണ്ടും ബ്ലാക്ക് ക്യാപ്ചർ ചെയ്യും. വീണ്ടും ബ്ലാക്ക് ക്യാപ്ചർ ചെയ്താൽ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ബിഷപ്പ് വെച്ചൊന്നും ചെയ്യല്ല, നിങ്ങൾ നിങ്ങളുടെ ക്യൂവിനെ വൈറ്റ് ക്യൂവിനെ ഡെവലപ്പ് ചെയ്യുക. ദാറ്റ് ഇസ് അറ്റ് D4. ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഈ പോണിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് C4 പോണിനെ അറ്റാക്ക് ചെയ്യുന്നത് മാത്രമല്ല ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് അറ്റാക്കിംഗ് ആണ്. ഈ ഒരു പോയിന്റിൽ ബ്ലാക്ക് എന്ത് കളിക്കുമെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും നൈറ്റിനെ അക്സെപ്റ്റ് ചെയ്യും. നൈറ്റിനെ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾ പോൺ വെച്ച് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സൈഡിൽ രണ്ട് ഡബിൾ പോൺ ഉണ്ടെന്ന് വെച്ചാലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഈ ഒരു ബിഷപ്പിനെ ഈ ഒരു കളത്തിലോട്ട് ദാറ്റ് ഇസ് G2 എടുത്തിട്ടുണ്ട് ഈ കംപ്ലീറ്റ് ഡയഗണലിൽ നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാം. അതുമാത്രമല്ല കിങ് സൈഡ് കാസൽ നടത്തുകയും ചെയ്യാം. മാത്രമല്ല ഈ പോൺ ഇപ്പം നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യുകയും ചെയ്യാം, കാരണം ബിഷപ്പും അതുപോലെ ക്യൂനും ഈ പോണിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു
ഡെവലപ്മെൻറ്റ് മൂവ്മെൻറ്റിലോട്ട് നിങ്ങൾക്ക് പോകാം. ഇനി അടുത്ത് നമുക്ക് വേറൊരു വേരിയേഷൻ കൂടെ കണ്ടുവെക്കാം. ഈ ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി ഒരു പോണ് ബ്ലാക്കിന് എക്സ്ട്രാ കിട്ടിയേക്കുക, ദാറ്റ് ഈസ് വൈറ്റിൻ്റെ വെള്ള ഒരു പോണിനെ എടുത്ത് അക്സെപ്റ്റ് ചെയ്തിരുന്നു. അതാണ് ക്യൂൻസ് ഗാംബിറ്റ്. അപ്പം നമുക്ക് ഇപ്പം ബ്ലാക്ക് ഈ ഒരു പോണിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ബ്ലാക്കിന് ഇവിടെ വേറൊരു മൂവ്മെൻറ്റിനൂടെ കളിക്കാം. ദാറ്റ് ഈസ് അവന് കളിക്കാം പോൺ ടു C5. എന്തിനാണ് പോൺ ടു C5 കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഈ പോണിനെ സപ്പോർട്ട് ചെയ്യില്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബിഷപ്പ് വെച്ച് ക്യാപ്ചർ ചെയ്യും. പക്ഷേ ചില ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ പോണിനെ അങ്ങ് ഗ്രാബ് ചെയ്യും, പെട്ടെന്ന് ചാടിക്കയറി. അങ്ങനെ ഗ്രാബ് ചെയ്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബ്ലാക്ക് ക്യൂൻ വന്ന് വൈറ്റ് ക്യൂനെ ക്യാപ്ചർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ കിങ്ങിനെ വെച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ കാസ്ലിംഗ് പ്രിവിലേജ് നഷ്ടപ്പെടും. അതിനുവേണ്ടിയാണ് പോൺ ടു C5 കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ എന്ത് കളിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യണം. ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്താൽ തീർച്ചയായിട്ടും ഈ പോണിനെ ആര് ക്യാപ്ചർ ചെയ്യും? ബ്ലാക്ക് പോൺ ക്യാപ്ചർ ചെയ്യും. വീണ്ടും നമ്മൾ ഇവിടെ ഒരു നൈറ്റിനെ അല്ലെങ്കിൽ ഒരു നൈറ്റിനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് വെച്ചോ, അങ്ങനെ നമ്മളൊരു ചാൻസ് ഇട്ട് കൊടുക്കാമെന്ന്. ഇവിടെ ഒരു ട്രിക്ക് നമ്മൾ എടുക്കുകയാണ്. ഈ ഒരു ട്രിക്ക് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു മൂവ്മെൻറ്റിലോട്ട് തന്നെ എത്തും. ഇതിനെ പറയുന്ന പേരാണ് ക്യൂൻസ് ഗാംബിറ്റ് ഗുൺസ്ബർഗ് ഡിഫൻസ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോണിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും ഇവിടെ ഒരു നല്ലൊരു വിന്നിങ് മൂവ്മെൻ്റ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക. ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുമെന്ന് നോക്കിക്കോളൂ. അപ്പോൾ ആ മൂവ്മെൻറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും നല്ല മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബിഷപ്പിനെ വെച്ചിട്ട് ഈ പോണിനെ ക്യാപ്ചർ ചെയ്ത് ചെക്ക് വിളിക്കുകയാണ്. ദാറ്റ് ഈസ് ഇപ്പോൾ കിങ്ങിന് ചെക്കാണ്, F7 ചെക്ക് വിളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ കിങ് മാറാൻ ഇങ്ങോട്ട് പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മന്ത്രിയുടെ ഒരു വെള്ള ക്യൂവിന് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കളത്തിലോട്ട് മാറാൻ പറ്റില്ല. തീർച്ചയായിട്ടും ബിഷപ്പിനെ ഇവിടെ ക്യാപ്ചർ ചെയ്തേ പറ്റത്തുള്ളൂ. ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്താൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കളി ജയിക്കും. കാരണം നമ്മുടെ വെള്ള ക്യൂൻ കറുത്ത ക്യൂവിനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ ഈ ഒരു പൊസിഷനിൽ കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ തന്നെ ആയിരിക്കും. കാരണം ഈ ഒരു പോയിന്റിൽ ഇതൊരു ട്രാപ്പാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗുൺസ്ബർഗ് ഡിഫൻസ് വെച്ചിട്ടാണ് നിങ്ങൾ ആ ട്രാപ്പിലോട്ട് സെറ്റായത്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബിഷപ്പിനെ വെച്ച് ക്യാപ്ചർ ചെയ്യുന്നു, ബ്ലാക്ക് D4 പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു, നമ്മൾ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. അടുത്ത ഈ ഒരു ട്രാപ്പ് കണ്ടിട്ട് ബ്ലാക്ക് ഈ പോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എങ്ങനെയാണെങ്കിൽ ഇവിടെ ബ്ലാക്ക് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത കളി നിങ്ങൾ ഈ പോണിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുക. തീർച്ചയായിട്ടും ബിഷപ്പിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ട്, വെള്ള ബിഷപ്പിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ട്. അടുത്ത നൈറ്റിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം, ക്യൂവിന് ചാൻസ് ഉണ്ട്. അതുപോലെ കിങ് സൈഡ് കാസിൽ നടത്താം. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു അഡ്വാൻറ്റേജിലോട്ട് തന്നെ നിങ്ങളെത്തും. അപ്പം ഇതാണ് ക്യൂൻസ് ഗാംബിറ്റ് ലൈൻ ഓഫ് ഓപ്പണിങ്ങിൻ്റെ മിക്ക വേരിയേഷൻസും. അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ കളിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം, അതുപോലെ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ടിൽ ദെൻ ബൈ. ഹായ്, എല്ലാവർക്കും വീണ്ടും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസിൻ്റെ പ്രീവിയസ് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കുറേ ക്യൂൻസ് ഗാംബിറ്റ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ കുറേ ഗാംബിറ്റ്സ് എക്സ്പ്ലനേഷൻ ഒക്കെ ആയിരുന്നു. പക്ഷേ ഞാനിങ്ങനെ കുറച്ച് ദിവസം ഇരുന്നപ്പോൾ എനിക്ക് ഒരു ഐഡിയ വന്നു, എന്തുകൊണ്ട് നമ്മുടെ സ്വന്തം വീഡിയോസ് അനലൈസ് ചെയ്തുകൂടാ? അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഉപയോഗമുണ്ട്. നിങ്ങൾക്ക് ഉപയോഗമാണ്, എനിക്ക് ഉപയോഗമാണ്. എൻ്റെ മിസ്റ്റേക്സ് എനിക്ക് പഠിക്കാം, ഞാൻ എന്തെങ്കിലും ബ്ലണ്ടേഴ്സ് കമ്മിറ്റ് ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങൾക്കും ഉപയോഗമുണ്ട്. കാരണം ഞാനിവിടെ എടുക്കുന്ന എൻ്റെ മാച്ചസ് എല്ലാം ക്യൂൻസ് ഗാംബിറ്റ് ഓപ്പണിംഗ് ആണ്. ക്യൂൻസ് ഗാംബിറ്റ് എന്ന് പറയുന്നത് വളരെ ഒരു ഫേമസ് ഓപ്പണിംഗ് ആണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഗെയിമും കൂടെയാണ് ക്യൂൻസ് ഗാംബിറ്റ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ബ്ലിറ്റ്സ് ഗെയിംസ് ആണ്. വളരെ സിമ്പിളായിട്ട് ബ്ലിറ്റ്സ്. കാരണം ഏറ്റവും കൂടുതൽ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ലാഭിക്കാം. പിന്നെ വളരെ കുറച്ച് ടൈമിൽ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മൂവ്മെൻറ്റ്സ് നടത്താൻ പറ്റും എന്നുള്ളൊരു ഡെവലപ്മെൻറ്റും ബ്ലിറ്റ്സിൽ നടക്കും. എൻ്റെ മിക്ക ഗെയിംസും ഏകദേശം 100% എടുത്ത ഒരു 95% ഞാൻ ഗെയിംസ് കളിച്ചിട്ടുള്ളത് ക്യൂൻസ് ഗാംബിറ്റ് ഓപ്പണിംഗ് വെച്ചിട്ടാണ്. അതായത് വൈറ്റ് ആയിട്ട് കളിക്കുമ്പോൾ ക്യൂൻസ് ഗാംബിറ്റ് ഓപ്പണിംഗ് ആണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഇതാണ് എൻ്റെ ലൈച്ചസിൻ്റെ പ്ലാറ്റ്ഫോം. ഞാൻ ലൈച്ചസിലാണ് കളിക്കുന്നത്. എൻ്റെ റേറ്റിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ബ്ലിറ്റ്സ് മാത്രമേ കളിച്ചിട്ടുള്ളൂ. എൻ്റെ റേറ്റിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1843 എൻ്റെ ഹയസ്റ്റ് റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ 1867 സംഭവം ഒന്നുമില്ല. ഇത് ഒരു സുപ്രഭാതത്തിലെടുത്ത ഒരു ഗെയിമോ ഒരു സുപ്രഭാതത്തിലെടുത്ത ഒരു റേറ്റിംഗോ ഒന്നുമല്ല. 3300 ഗെയിംസ് ഞാൻ കളിച്ചിട്ടുണ്ട് ഓവറോൾ. അതിൽ 48% 1500 ഗെയിംസ് ഞാൻ ജയിച്ചിട്ടുണ്ട്, 1500 ഗെയിംസ് ഞാൻ തോറ്റിട്ടുണ്ട്.
അതായത് ഏകദേശം ഈക്വൽ അത്രയും പ്രയാസപ്പെട്ട് കളിച്ച് എക്സ്പീരിയൻസ് നേടിയിട്ടാണ് ഞാൻ ഇത്രയും ഒരു റേറ്റിംഗ് എത്തിയത്. ഒരു സുപ്രഭാതത്തിൽ 1800 റേറ്റിംഗ് ഒന്നും എത്തത്തില്ല. ഒരു കാര്യം പറയാം, റേറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. 1500 എന്ന് പറഞ്ഞ ബിഗിനറാണ്. 1600 ക്രോസ് ചെയ്താൽ നിങ്ങൾ ഏകദേശം ഒരു ഇൻ്റർമീഡിയറ്റ് പ്ലെയർ ആകും. 1800 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു സ്ട്രോങ് ഇൻ്റർമീഡിയറ്റ് പ്ലെയർ ആകും. 2000 ക്രോസ് ചെയ്താൽ നിങ്ങളൊരു സ്ട്രോങ് പ്ലെയർ ആവും. 2400, 300 ഒക്കെ കടന്നു കഴിയുമ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലോട്ട് പോകും. ഇതാണ് ജനറൽ ELO റേറ്റിംഗ് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച്. ഇപ്പോൾ സംഭവം എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റേറ്റിംഗ്സ് എത്തിയത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ്. അപ്പം ഇതിൻ്റെ ക്യൂൻസ് ഗാംബിറ്റ് വേരിയേഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്യൂൻസ് ഗാംബിറ്റ് എടുത്ത് അത് മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് 1 മണിക്കൂറിന് മേളോ ഇത്രയും വേണ്ട. നമുക്ക് നമ്മുടെ സ്വന്തം ഗെയിംസ് അനലൈസ് ചെയ്യും. അതിൽ നിങ്ങൾക്കും പഠിക്കാൻ പറ്റും എത്രത്തോളം വേരിയേഷൻസ് പോസിബിളാണ്, എൻ്റെ ഐഡിയ എന്താണ്, പിന്നെ ഞാൻ എന്തൊക്കെ മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, ബ്ലണ്ടേഴ്സ് കമ്മിറ്റ് ചെയ്യുന്നു, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ മനസ്സിലാക്കണം, ബ്ലണ്ടറും മിസ്റ്റേക്കും സിമ്പിളായിട്ട് വരും. കാരണം ഇതൊരു ബ്ലിറ്റ്സ് ഗെയിമാണ്. ക്ലാസിക്കൽ ഗെയിം 30 മിനിറ്റോ 1 മണിക്കൂറുള്ള ഗെയിമൊന്നുമല്ല. ബ്ലിറ്റ്സ് ഗെയിം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് കളി തീർക്കണം. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് കളിക്കുന്ന എന്തായാലും ഒരു മനുഷ്യനാണ്, നമ്മൾ എഞ്ചിൻ്റെ കൂടെ ഒന്നുമല്ല കളിക്കുന്നത്. അപ്പം നമ്മൾ മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്യും, ഓപ്പണൻ്റ് അതിനനുസരിച്ച് മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യും, നമ്മൾ അത് മുതലെടുക്കും, പ്രൊസീഡ് ചെയ്യും. ഇതാണ് സെയിം സംഭവം. അപ്പം ബ്ലണ്ടറോ മിസ്റ്റേക്കോ സംഭവിച്ചാൽ അയ്യോ ഇവനെ കളിക്കാൻ അറിഞ്ഞു, അങ്ങനല്ല. ബ്ലണ്ടറും മിസ്റ്റേക്കും എല്ലാവരും പ്രൊവൈഡ് ചെയ്യും. ആ മിസ്റ്റേക്സും ബ്ലണ്ടേഴ്സും എന്തൊക്കെയാണ് എഞ്ചിൻ പറയുന്ന ഏറ്റവും നല്ല മൂവ്മെന്റ് എന്ന് ഞാനിവിടെ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് രണ്ടിൽ പഠിത്തം കിട്ടും. നിങ്ങൾക്ക് വൈറ്റ് ആയിട്ട് കളിക്കുമ്പോൾ ക്യൂൻസ് ഗാംബിറ്റ് ഓപ്പണിംഗ് വേരിയേഷൻസ് എല്ലാം മനസ്സിലാക്കാം. പിന്നെ ബ്ലാക്കിൻ്റെ സൈഡിൽ നിന്നും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കാം. കൂടുതൽ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല, ഒരു ജനറൽ ഒരു ഇൻട്രഡക്ഷൻ ആയതുകൊണ്ട് ഇത്രയും നേരം എടുത്തത്. ഇനി നമുക്ക് ഗെയിംസിലോട്ട് പോവാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ലാസ്റ്റ് ഗെയിം കളിച്ചത് എനിക്കൊന്ന് അനലൈസ് ചെയ്യണമെന്നുണ്ട്. അത് വളരെ ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. അതിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തന്നെയുണ്ട്. പിന്നെ ഒരു കാര്യം, എൻ്റെ ഹയസ്റ്റ് റേറ്റഡ് വിക്ടറീസ് ഒക്കെ 2000 റേറ്റിംഗ് ഉള്ളവരുണ്ട്. പിന്നെ എല്ലാം താഴോട്ട് 1900 ആണ്. ഞാൻ ഈ ഗെയിം ഈ ഒരു ആപ്പിലോട്ട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷം കൊണ്ടാണ് ഇത്രയും ഡെവലപ്പ് ചെയ്ത് ഞാൻ എടുത്തത്. അപ്പം നമുക്ക് നമ്മുടെ ഗെയിംസ് കണ്ടു നോക്കാം. ഈ ഗെയിംസിൽ നമുക്ക് ആദ്യം അനലൈസ് ചെയ്യേണ്ടത് ഇന്നലെ ഞാൻ കളിച്ചൊരു ഗെയിമാണ്. ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇന്നലെ ഞാൻ കളിച്ചത് ബ്ലൂ ഹോസസ് 1855 റേറ്റിംഗ് ഉള്ള ഒരുത്തൻ്റെ കൂടെ കളിച്ചേക്കുന്നത്. അപ്പോൾ അത് ഞാൻ ജയിച്ചു. സംഭവം ഇതിൻ്റെ അകത്ത് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബേസിക്കലി ഈ ഒരു ഗെയിം തന്നെ അനലൈസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. ഈ ഗെയിമിലെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. ആദ്യം സംഭവം സിമ്പിളാണ്. ആദ്യം നമുക്ക് നമ്മുടെ ഈ ഒരു ഗെയിം, ഈ മൊത്തത്തിൽ ഒരു ഗെയിം ഞാനൊരു വേറൊരു ബോർഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അവിടെ അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ നമുക്ക് പ്രൊസീഡ് ഉണ്ടാകും കേട്ടോ. ക്യൂൻസ് ഗാംബിറ്റ് ജനറൽ ഓപ്പണിംഗ് ഇതൊക്കെ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സംഭവം നമുക്ക് നമ്മുടെ ഗെയിമിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം നോർമലായിട്ട് ക്യൂൻസ് ഗാംബിറ്റ്, ഇതൊരു ബുക്ക് ഓപ്പണിംഗ് ആണ്, ഇതെല്ലാം നോർമൽ വേരിയേഷൻ. ഇവിടെ ഇന്നാക്യുറസി എന്ന് ബ്ലാക്കിൻ്റെ പറയുന്നുണ്ട്. ബ്ലാക്കിൻ്റെ ഇന്നാക്യുറസി നമുക്ക് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇന്നാക്യുറസി നമുക്ക് നോക്കിയാൽ മതി. ഇപ്പം തൽക്കാലത്തേക്ക് നമ്മൾ ബിഷപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് ഇതൊക്കെ ജനറൽ ഡെവലപ്മെൻ്റ് ആണ്. ഇവിടെ അടുത്തത് ക്യാപ്ചർ ചെയ്യുന്നു, ബിഷപ്പ് ക്യാപ്ചർ ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ക്യാൻസൽ ചെയ്തു, പിന്നെ ഒരു മൂവ്മെൻറ്റ് നടത്തി താഴോട്ട്. ഇന്നാക്യുറസി എന്നാണ് പറയുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല. ഇന്നാക്യുറസി നമ്മൾ എഞ്ചിനൊന്നും അല്ലല്ലോ, ഇന്നാക്യുറസീസ് കമ്മിറ്റ് ചെയ്യാം. മിസ്റ്റേക്സും ബ്ലണ്ടേഴ്സും മാത്രമേ ഉള്ളൂ നമുക്കിവിടെ അനലൈസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ താഴോട്ട് ബിഷപ്പിനെ താഴോട്ട് ഇറക്കി. അതുപോലെ ഇവൻ ബാക്കിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് മിസ്റ്റേക്ക് ആവും? കാരണം ആക്ച്വലി ഇവിടെ എൻജിൻ സജസ്റ്റ് ചെയ്യുന്ന ഇവൻ്റെ അടുത്ത് തിരിച്ച് ഇവിടെ പോകാനാണ്. ഇതായിരുന്നു ബെസ്റ്റ് മൂവ്മെൻറ്റ്. പക്ഷെ അവൻ കമ്മിറ്റ് ചെയ്തത് ഇവിടെ പോയതാണ്. അതെന്തുകൊണ്ട് മിസ്റ്റേക്ക് ആയെന്നറിയാം. കാരണം ഇവിടെ നമുക്കൊരു മൂവ്മെൻറ്റ് ഇവൻ നമുക്ക് തരിക. ആക്ച്വലി ഇവിടെ ബ്ലാക്കിന് ഇനി ഒരൊറ്റ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നൈറ്റിനെ അല്ലെങ്കിൽ ബിഷപ്പിനെ സേവ് ചെയ്യണം. അപ്പം നമുക്കൊരു എക്സ്ട്രാ മൂവ്മെൻറ്റ് കിട്ടി. അത് ഇവനൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് അവർ കമ്മിറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം ഇവിടെ നമുക്ക് കണ്ടോ എനിക്കിതിട്ടപ്പോൾ ഒരു ഗ്രേറ്റ് മൂവ് എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇവൻ ബാക്കിലോട്ട് പോയി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനിവിടെ പ്രൊസീഡ് ചെയ്തു. പ്രൊസീഡ് ചെയ്തപ്പോൾ നൈറ്റിനെ ഇറക്കി. ഈ ഒരു നൈറ്റിൻ്റെ ഒരു ചാൻസ് എത്തുമ്പോഴാണ് ഈ ഗെയിമിൻ്റെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതായത് ക്യൂൻസ് ഗാംബിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പൊസിഷൻ എത്തുമ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, ഇവിടെ ഒരു ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു ചീപ്പ് ട്രിക്ക് നടക്കും. ഒരു ചീപ്പ് ട്രിക്ക്. നിങ്ങൾ വിചാരിക്കുക അയ്യേ ഇതെനിക്കറിയാമല്ലോ, ഇതാർക്കും അറിയാത്തത് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ
50% ആൾക്കാർക്കും ഈ ഒരു ഗെയിം അറിഞ്ഞുകൂടാ, ഈ ഒരു ട്രിക്ക് അറിഞ്ഞുകൂടാ. 2000 റേറ്റിംഗ് ഉള്ളവൻ വരും എൻ്റെ അടുത്ത് തോറ്റിട്ടുണ്ട്, 1900 റേറ്റിംഗ് ഉള്ളവൻ തൊട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഞാൻ ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ഹിൻഡ് ചെയ്ത് കറക്റ്റൊന്ന് കാണിക്കുന്നതായിരിക്കും. ഈ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ ആ ലാസ്റ്റ് ഗെയിംസൊക്കെ കാണിക്കുക. ഇത് എന്തുകൊണ്ടാണ് ട്രിക്ക് വാലിഡേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാനിവിടെ കമ്മിറ്റ് ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്കൊരു പഠനമായി. സംഭവം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇവൻ നൈറ്റിനെ മാറ്റിയപ്പം ഞാൻ നൈറ്റിനെ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ജനറലി ഇവൻ്റെ ഒരു ഉദ്ദേശം ഒന്നുകിൽ ക്യൂൻ വെച്ച് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പോൺ വെച്ച് അക്സെപ്റ്റ് ചെയ്യുക, പോൺ വെച്ച് അക്സെപ്റ്റ് ചെയ്തു. സിമ്പിൾ. ഇനിയും എൻ്റെ ട്രിക്ക് ഇവിടെ എനിക്ക് നടത്താൻ പറ്റും. ആ ട്രിക്ക് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എൻ്റെ ബിഷപ്പ് ഈ ഒരു ലൈൻ എയിം ചെയ്യുന്നുണ്ട്, എൻ്റെ ഈ ഒരു ബിഷപ്പ് ഈ ഒരു സ്ക്വയർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ആ ഒരു ഡയഗണൽ കട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ നൈറ്റിന് ഈ ഒരു സ്ഥലത്തോട്ട് ചാടാം, എൻ്റെ മന്ത്രിക്ക് അതായത് ക്യൂവിന് ഇങ്ങോട്ട് വരാം. അപ്പം 4 രീതിയിലുള്ള ട്രിക്സാണ് ഉള്ളത്. ഒന്ന് ട്രിക്സ് അല്ല, 4 രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് പോസിബിൾ ആണ്. ഒന്ന് ബിഷപ്പിൻ്റെ ലൈൻ, ഒന്ന് ഈ ബിഷപ്പിൻ്റെ ലൈൻ, ഒന്ന് നൈറ്റിൻ്റെ ലൈൻ, ഒന്ന് ക്യൂവിൻ്റെ ലൈൻ. ഇവിടെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു അറ്റാക്കിംഗ് മൂഡ് കിട്ടും, ഒരു അറ്റാക്കിംഗ് പോസിബിലിറ്റി കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ വൈറ്റ് ആയിട്ടാണ്, ഞാൻ എന്തെങ്കിലും ഒരു ഗെയിം പ്രൊസീഡ് ചെയ്യണം. എനിക്ക് വേണമെങ്കിൽ പല രീതിയിലൂടെ പ്രൊസീഡ് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു പോണിനെ പുഷ് ചെയ്യായിരുന്നു, അതായത് ഈ ബിഷപ്പിനെ ഇവിടെ ഡെവലപ്പ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു പോണിനെ പുഷ് ചെയ്തിരിക്കാം. കാരണം ഭാവിയിൽ പിന്നെ നൈറ്റിൻ്റെ ചാട്ടം ഒന്ന് മാറ്റാൻ വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും പ്രൊസീഡ്, അല്ലെങ്കിൽ ഈ ഒരു സൈഡ് ഓപ്പൺ ചെയ്ത് വിടാം, കാരണം കിങ്ങിൻ്റെ ഒരു എസ്കേപ്പ് റൂട്ടായിട്ട്. പക്ഷേ എസ്കേപ്പ് റൂട്ട് ആകുമ്പോൾ തന്നെ ചില സമയത്ത് ബിഷപ്പിൻ്റെ ക്യാപ്ചർ നമുക്കൊന്ന് പേടിക്കേണ്ടി വരും. ഓക്കെ, അതൊക്കെ പോട്ടെ. സംഭവം ഇവിടെ സിമ്പിളായിട്ട് എൻ്റെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഒരു പ്രശ്നമുണ്ട്. ആക്ച്വലി 2 പ്രശ്നങ്ങളുണ്ട്. ആ രണ്ടാമത്തെ കാര്യം എനിക്കും അറിഞ്ഞുകൂടായിരുന്നു, ഞാനത് ഇതിൽ നിന്ന് പഠിക്കുകയാണ്. ഈ ബിഷപ്പിനെ എങ്ങനെയെങ്കിലും എനിക്ക് ഈ ഒരു ലൈനിൽ നിന്ന് ഒഴിവാക്കണം, അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. ഈ ബിഷപ്പിനെ എനിക്ക് ഈ ലൈനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം. അതിന് ഞാൻ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിക്കും ഇവനെന്താ പ്രാന്താണോ എന്നൊക്കെ വിചാരിക്കുക. അതൊന്നുമല്ല, പ്രാന്തൊന്നുമല്ല. ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഐഡിയ എന്തുവാന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചുമ്മാ ഈ പോണിനെ എടുത്ത് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട്. എൻ്റെ മൈൻഡ് സെറ്റ് വേറെ. അപ്പോൾ എൻജിൻ പറയുന്നത് മിസ്റ്റേക്കാണ്. യെസ്, ഡെഫിനറ്റ്ലി 100% ഇതൊരു മിസ്റ്റേക്കാണ്. വെറുതെ ഒരു പോണിനെ കളയല്ല, അതാണ് മിസ്റ്റേക്ക്. അപ്പോൾ അവൻ ഇവിടെ പറയുന്ന വേറെ മൂവ്മെൻറ്റ്, അവൻ ഇവിടെ സജസ്റ്റ് ചെയ്ത ബിഷപ്പിനെ എടുത്ത് ഇവിടെ ഇടുന്നതായിരുന്നു ഏറ്റവും നല്ല മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഇതിവിടെ ഇട്ടു. സുഖമായിട്ട് ബ്ലാക്ക് ഒരു ഫ്രീ പോൺ കിട്ടുന്നില്ല, അവൻ അക്സെപ്റ്റ് ചെയ്തു. അപ്പം ഇറ്റ്സ് എ ബിഗ് മിസ് എന്ന് പറഞ്ഞ് അവന് കാണിച്ചു. അവൻ ഇവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, പോസിബിലിറ്റി, അതല്ല, അവൻ ഇത് വന്ന് അക്സെപ്റ്റ് ചെയ്തു. അപ്പം എൻ്റെ ലൈനിൽ നിന്ന് ഞാൻ, അതായത് നേരത്തെ പറഞ്ഞ ഐഡിയ എന്ന്, ഈ ലൈനിൽ നിന്ന് ഞാൻ ഈ ബിഷപ്പിനെ ഒഴിവാക്കി. ആകെ ഈ മന്ത്രിക്കേ ഉള്ളൂ ഗുണം, ഈ മന്ത്രിയുള്ള ആ ലൈൻ എയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, സിമ്പിളായിട്ട് ബിഷപ്പ് ക്യാപ്ചേഴ്സ് നടത്തി. ചില സമയത്ത് എൻജിൻ പറയും ഇതൊരു ബ്രില്യൻ മൂവ്മെന്റ്, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണെന്ന് പറയും പക്ഷേ ഇവിടെ ഒരു ബ്ലണ്ടറാണ്. അത് ആക്ച്വലി ഞാനിത് അനലൈസ് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇതൊരു ബ്ലണ്ടറാണെന്ന്. അത് ഞാൻ പറഞ്ഞുതരാം. എന്താ എൻ്റെ സംഭവം, എൻ്റെ ട്രിക്ക് എന്താണെന്ന് സംഭവിച്ചു പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ബിഷപ്പ് ക്യാപ്ചേഴ്സ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കിങ്ങിന് ഇങ്ങോട്ട് വന്ന് വെട്ടാം, അല്ലെങ്കിൽ കിങ്ങിന് ഇങ്ങോട്ട് പോകാം. ഇവിടെ എൻജിൻ സജസ്റ്റ് ചെയ്യുന്നത് ഇത് ആക്സെപ്റ്റ് ചെയ്യുക. ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നൈറ്റിനെ വെച്ച് ചാടിക്കും, ചെക്ക് വിളിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ചെക്ക് വിളിച്ചത് കൊണ്ട് ഇവിടെ മന്ത്രിക്ക് ഇതിനെ വെട്ടാൻ പറ്റത്തുള്ളൂ. ഇവിടെ നേരത്തെ ഈ ബിഷപ്പ് ഇവിടെ, അതായത് ഈ ബിഷപ്പ് ഈ ലൈനിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ വന്ന് ക്യാപ്ചർ ചെയ്തേനെ. പിന്നെ എൻ്റെ ബിഷപ്പ് പോയി ക്യാപ്ചർ ചെയ്തിട്ടും കാര്യമില്ല, തിരിച്ച് ക്യൂവിന് വന്ന് ക്യാപ്ചർ ചെയ്യും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ ആ ഒരു സംഭവം. ഇതാണ് ആ പൊസിഷൻ. ഈ ഒരു പൊസിഷനിൽ ഞാനിത് എക്സിക്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഇവനിത് ക്യാപ്ചർ ചെയ്തതെന്ന് പറഞ്ഞു, ഞാൻ ചെക്ക് വിളിച്ചാൽ ഈ ബിഷപ്പിനെ ഇത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ പോയി അക്സെപ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ക്യൂവിനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ പീസ് നഷ്ടപ്പെട്ട് ഞാൻ വലിയൊരു ലോസിലായി. 2 പീസാണ് പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ലൈനിൽ നിന്ന് ഞാൻ ബിഷപ്പിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. എന്നിട്ട് ഞാനിത് കൊടുത്തു. അപ്പം പറഞ്ഞുതരാം, ഇവിടെ ആക്ച്വലി എൻജിൻ സജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു മൂവ്മെൻറ്റ്. എന്നിട്ട് ഞാൻ ചെക്ക് വിളിക്കുന്നു. ആക്ച്വലി കിങ് ബാക്കിലോട്ട് പോകുമ്പോൾ ഒരു ഗ്രേറ്റ് മൂവ് എന്ന് പറയും. പക്ഷേ ഇവിടെ എനിക്കൊരു പോസിബിലിറ്റി ഉണ്ട്, അതായത് ക്യൂവിനെ എടുത്ത് വിട്ടിടുക. അടുത്ത മൂവ്മെൻറ്റ് ചെക്ക് മേറ്റാണ്. പക്ഷേ ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താണെന്നറിയോ? അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒരു വമ്പൻ മിസ്റ്റേക്ക് ഉണ്ട്. ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇവിടെ ഈ ബിഷപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇതൊരു മിസ്റ്റേക്ക് ആയത്. അതുകൊണ്ടാണ് ഈ ഒരു ബിഷപ്പ് ക്യാപ്ചർ ഇവിടെ ബ്ലണ്ടർ ആയത്. സംഭവം സിമ്പിളായിട്ട് കത്തുവെന്നെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അക്സെപ്റ്റ് ചെയ്തു.
ഇവിടെ അവൻ കളിച്ച വേറെ മൂവ്മെൻറ്റാണ്, പക്ഷേ ഇവൻ ഇത് അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാനിത് കയറി ചെക്ക് വിളിക്കുമ്പോൾ ഇവൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ മന്ത്രിയായിട്ട് ഇവിടെ വരുമ്പോൾ ഇവനൊരു സൂപ്പർ മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ട്. ദാറ്റ് ഇസ് ബിഷപ്പ് പ്ലേസ് ടു F5. അതാണ് F5 ബിഷപ്പിന് മൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പം ആ ട്രിക്ക് വർക്കാവത്തില്ല. നിങ്ങൾക്ക് ഇനി ഇവിടെ ചെക്ക്മേറ്റ് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു പോസിബിലിറ്റി എടുക്കുന്ന സമയത്ത് 2 ബിഷപ്പും ഈ 2 ലൈനിലും പാടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിൻഡറൻസ് ഇവിടെ വേണം, ഒരു നൈറ്റ് വല്ലതും ഇരിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പീസുകൾ ഇവിടെ ഹിൻഡറായിട്ട്, ഇല്ല ഇവൻ്റെ ലൈൻ ഇവിടെ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കരുത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഇവിടെ പോയി ചെക്ക്മേറ്റ് വിളിക്കാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുക എന്നാൽ പിന്നെ റൂക്കിനെ ഇങ്ങോട്ട് മാറ്റിയാൽ എന്താണ്? ആ ഒരു പോസിബിലിറ്റി ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇത് കളിച്ചു, ഇവൻ ബാക്കിലോട്ട് പോയി, ഞാൻ മന്ത്രി വെച്ച് ഇവിടെ വന്നു. ഇവൻ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടില്ലെന്ന് വെച്ചു. ബിഷപ്പ് ടു F5 എന്ന് പറയുന്ന മൂവ്മെൻറ്റ് ഇവൻ കണ്ടില്ല. ഇവൻ വിചാരിക്കും, അയ്യോ നെക്സ്റ്റ് മൂവ്മെൻറ്റ് ചെക്ക്മേറ്റാ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്ത് ചെയ്യണം? ഇനി അവൻ വേറൊരു എസ്കേപ്പ് പോസിബിലിറ്റി ഉണ്ട്. ജസ്റ്റ് റൂക്കിനെ ഇങ്ങോട്ട് മാറ്റാം. റൂക്കിനെ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ അവൻ വിചാരിക്കും ഞാനിവിടെ ചെക്ക് വിളിച്ച് അവൻ ഈ വഴി അങ്ങ് എസ്കേപ്പ് ചെയ്ത് പോകാമെന്ന്. പക്ഷേ അത് ആക്ച്വലി ഒരു മണ്ടത്തരം, ഒരു ബിഗ് മിസ്റ്റേക്ക് ആൻഡ് ബിഗ് ബ്ലണ്ടർ. അതെന്താ കാരണം എന്ന് പറഞ്ഞുതരാം. അവൻ അങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരിക്കലും ഇവിടെ പോയി ചെക്ക് വിളിക്കത്തില്ല, ഞാൻ ഇവിടെ പോയി ചെക്ക് വിളിക്കും. അതാണ് അവിടുത്തെ ട്വിസ്റ്റ്, അവിടുത്തെ വണ്ടർഫുൾ മൂവ്മെൻറ്റ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകും. അന്നേരം ഞാൻ വീണ്ടും തിരിച്ചു വരും. അപ്പോൾ അവൻ ഇവിടെ പോകും, ഞാൻ ചെക്ക് വിളിക്കും. ഇനി അവന് ഇങ്ങോട്ട് പോകും, ഞാൻ വീണ്ടും താഴെ വന്ന് ചെക്ക് വിളിക്കും. അപ്പോൾ അവൻ ഇങ്ങോട്ട് പോകും, പിന്നെ ഞാനൊരു ചെക്ക് വിളിക്കും. ആൻഡ് യു സി, ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇവൻ ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, 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 ഇവൻ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ആൻഡ് ദിസ് ഇസ് ചെക്ക്മേറ്റ്. ഈ ഒരു പൊസിഷൻ ചെക്ക്മേറ്റ് ആണ്, സിമ്പിൾ. പക്ഷേ പ്രശ്നം ഈ ബിഷപ്പായിരുന്നു. ആ ഒരു മൂവ്മെൻറ്റ് അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഐഡിയ വർക്കൗട്ട് ആകത്തില്ല. ഇത് പറയാൻ വേണ്ടി കുറച്ച് ലെങ്തി രീതിയിൽ വേണം എനിക്ക് എക്സ്പ്ലനേഷൻ. വീഡിയോ ലെങ്ത് കുറച്ച് കൂടുതൽ, ക്ഷമിക്കണം, തീർച്ചയായിട്ടും ക്ഷമിക്കണം. പക്ഷേ ഇതൊരു അത്ര ഒരു വണ്ടർഫുൾ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവ്മെൻറ്റാണ്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായോ എൻ്റെ കാര്യങ്ങൾ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ പിടികിട്ടണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത് ആക്ച്വലി ചെക്ക്മേറ്റാണ്. പക്ഷേ ആ ഒരു മൂവ്മെൻറ്റ്, അതായത് ഞാനിത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ബിഷപ്പിനെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ക്യൂവിൻ്റെ മൂവ്മെൻറ്റ് അവിടെ വർക്കൗട്ട് ആവത്തില്ല. കാരണം നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ട് വർക്കൗട്ട് ആവത്തില്ല? ഇവിടെ വരുമ്പോൾ ചെക്ക് വിളിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാ ഞാൻ ഇവിടെ പോയി ചെക്ക് വിളിക്കാൻ പറ്റത്തില്ല, റൂക്ക് ക്യാപ്ചർ ചെയ്യും. അതാണ് ഐഡിയ. അപ്പം ഒന്നും നമ്മുടെ കളി നടക്കത്തില്ല. ഇനി ഞാൻ ഒരു കളി ഗെയിമിൽ പക്ഷെ സംഭവിച്ച ഇതൊന്നുമല്ല. ഞാൻ ഈ ബ്ലണ്ടർ ആക്ച്വലി ഞാൻ ആ ഒരു കാര്യം എനിക്കൊരു പുതിയ അറിവാണ്, അത് എനിക്ക് പഠിക്കാൻ പറ്റി. ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നു. ഇവിടെ ഗെയിമിൽ ഇദ്ദേഹം മാറിയത്, ആക്ച്വലി ഇദ്ദേഹം കളിച്ചത് കിങ്ങിനെ വെച്ചിട്ട് ആ ഒരു സൈഡിലോട്ട് പോവാം. പക്ഷേ ഇങ്ങനെ ഒരു സൈഡിലോട്ട് പോയപ്പോൾ ഞാൻ എൻ്റെ നൈറ്റിനെ ചാടിച്ചു, എൻ്റെ ബിഷപ്പിനെ പ്രൊട്ടക്ട് ചെയ്തു. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അടുത്ത നമുക്ക് മന്ത്രി എടുത്തിടാം. ഈ ഒരു പോയിന്റിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെ രീതിയിൽ എസ്കേപ്പ് ചെയ്യാൻ നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ ഇവൻ ഈ ഒരു മൂവ്മെൻറ്റാണ് കളിക്കുന്നത് വെച്ചു, കളിച്ചിട്ട് കാര്യമില്ല. കാരണം വിൽ പ്ലേ അവർ ക്യൂൺ ടു H5 കളിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നൈറ്റിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, ചെക്ക് വിളിക്കുക, എന്നിട്ട് ചെക്ക് മേറ്റ് ആ ഒരു പൊസിഷനുണ്ട്. അതല്ല വേറെ എന്തെങ്കിലും ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഈ മന്ത്രിയെ കളയാൻ പറ്റും, അതൊരു പൊസിഷനാണ്, അത് കുഴപ്പമില്ല. അങ്ങനെ കളഞ്ഞിട്ട് നമുക്കത് തിരിച്ച് അക്സെപ്റ്റ് ചെയ്താൽ വേണ്ടി ബിഷപ്പിനെ അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ 2 ബിഷപ്പിന് പകരം ഒരു മന്ത്രയിൽ പോകും, അതൊരു പൊസിഷനാണ്. പിന്നെ ഇവൻ ഇവിടെ കളിച്ച മൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ പ്ലേഡ് പോൺ ടു G6 ആൻഡ് ദിസ് ഇസ് ദ ബെസ്റ്റ് മൂവ് സജസ്റ്റഡ് ബൈ ദ എൻജിൻ. അവൻ ഇത് തന്നെയാണ് കളിച്ചത്. പക്ഷെ ഞാനപ്പോൾ എന്ത് കളിച്ചു, ഞാൻ എൻ്റെ ക്യൂവിനെ ഡെവലപ്പ് ചെയ്തു. എൻജിൻ സജസ്റ്റ് ചെയ്യുന്ന പല മൂവ്മെൻറ്റ്സ്, എനിക്ക് ആ വേരിയേഷൻസ് ഒന്നും എനിക്കറിയില്ല. ഐ ആം എ ഹ്യൂമൺ, ഞാൻ കളിക്കുന്ന ഒരു ഹ്യൂമൻ്റെ കൂടെ, ഞാൻ ഒരു എൻജിൻ്റെ കൂടെ അല്ല കളിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇതെടുത്തിട്ടു, നൈറ്റിനെ എടുത്തിട്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ നൈറ്റിനെ ക്യൂവിൻ വെച്ച് പ്രൊട്ടക്ട് ചെയ്തു. ഇദ്ദേഹം വന്ന് അക്സെപ്റ്റ് ചെയ്തു, ഞാൻ ബിഷപ്പ് വെച്ച് അക്സെപ്റ്റ് ചെയ്തു. ബിഷപ്പ് വെച്ച് അക്സെപ്റ്റ് ചെയ്തപ്പം ക്യൂവിനൊരു ത്രെട്ടാണ്, ഇദ്ദേഹം ഇത് വെച്ച് പ്രൊട്ടക്ട് ചെയ്തു. പക്ഷേ ഞാൻ വീണ്ടും അക്സെപ്റ്റ് ചെയ്തു, റൂക്കിനെ കളഞ്ഞു, റൂക്കിനെ അക്സെപ്റ്റ് ചെയ്തു. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങളാണെങ്കിൽ എന്ത് കളിക്കും? ഇവിടെ ഇദ്ദേഹം കളിച്ച മൂവ്മെൻറ്റ് ക്യൂൻ ക്യാപ്ചേഴ്സ് ദ പോണാണ്. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ ഫ്രീ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്തുകൂടാ എന്നുള്ളൊരു കാര്യം
നിങ്ങളൊന്ന് ചിന്തിക്കാത്ത എന്താണ്? ചിലവർ എടുത്തു ചാടി ഈ ബിഷപ്പിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ഇവൻ പക്ഷെ ഒരു 30 സെക്കൻഡ്സ് ഒന്ന് ചിന്തിച്ചു. 30 സെക്കൻഡ്സാ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ എന്ത് നടത്തും എന്ന് ആലോചിച്ചിട്ടാണ് അവന് ഈ ഒരു മൂവ്മെൻ്റ് ആയിട്ട് വന്നത്. അതായത് ഈ ഒരു ക്യൂവിനെ വെച്ച് ഈ പോണിനെ അക്സെപ്റ്റ് ചെയ്തത്. ഇവന് ചാടി കയറി ഈ ബിഷപ്പിനെ അക്സെപ്റ്റ് ചെയ്യാം, പക്ഷേ എന്തുകൊണ്ട് ഇവൻ ഇത് ചെയ്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് അനലൈസ് ചെയ്യാം. ഞാനും അനലൈസ് ചെയ്തപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. ഗെയിമിൽ ഇവൻ കളിച്ചത് ക്യൂൻ ക്യാപ്ചേഴ്സ് ദ പോൺ ആണ്, ദാറ്റ് ഈസ് ക്യൂൻ ക്യാപ്ചേഴ്സ് ദ പോൺ ഓൺ F6. പക്ഷേ എന്തുകൊണ്ട് ബിഷപ്പിനെ അക്സെപ്റ്റ് ചെയ്തുകൂടാ? ബിഷപ്പിനെ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവന് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൈൻ ചെയ്യായിരുന്നു. കാരണം ഞാൻ ചെക്ക് വിളിക്കുമ്പോൾ കിങ്ങിന് ഒരൊറ്റ മൂവ്മെൻറ്റേ ഉള്ളൂ. അതെങ്ങോട്ടാണെന്നറിയോ? ഈ ഒരു മൂവ്മെൻറ്റിലോട്ട്, അതായത് G8 ഒരു സ്ക്വയർ മാത്രമേ അതിന് പ്രശ്നമുള്ളൂ. പക്ഷേ ഇനി നിങ്ങൾക്ക് ഈ വ്യൂ കാണാൻ പറ്റുന്നുണ്ടോ? ആ മൂവ്മെൻറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇറ്റ് ഇസ് സിംപ്ലി പോൺ ടു F7 ആൻഡ് കംസ് വിത്ത് എ ചെക്ക്. കിങ്ങിന് ഒരൊറ്റ മൂവ്മെൻറ്റേ ഉള്ളൂ, ഈ ഒരു പോണിനെ ക്യാപ്ചർ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോവുക. പക്ഷേ അതിൽ കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ പോണിനെ അക്സെപ്റ്റ് ചെയ്താലും മന്ത്രി പോവും. അപ്പം മന്ത്രി പോവും. അതാണ് അവിടുത്തെ ആ ഒരു ഡീപ്പ് കോൺസെപ്റ്റ്. അതും എനിക്കൊരു പുതിയൊരു അറിവായിരുന്നു. എന്തുകൊണ്ട് അവൻ അത് അക്സെപ്റ്റ് ചെയ്തില്ല? അനലൈസ് ചെയ്തപ്പോഴാണ് അത് പിടികിട്ടത്. അങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എന്തോ കളിച്ചാൽ നമുക്ക് ബാക്കി കളി കാണാം. അവൻ അക്സെപ്റ്റ് ചെയ്തു, ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തു, ഞാൻ ഇങ്ങനെ പോയി, ബിഷപ്പ് അക്സെപ്റ്റ് ചെയ്തു, നൈറ്റ് മാറി, ഇങ്ങനെ എല്ലാ മൂവ്മെൻറ്റ്സ് ഇങ്ങനെ പോയി. അവസാനം നിങ്ങൾക്കറിയാമല്ലോ, 2 റൂക്സ് അഗെയിൻസ്റ്റ് നൈറ്റ് ആൻഡ് റൂക്ക് ഇസ് എ വെരി സിമ്പിൾ ഗെയിം. അതൊരു ഒരിക്കലും പിടിച്ചിരിക്കാൻ പറ്റില്ല, നമുക്ക് സുഖമായിട്ട് ഇത് ജയിക്കാവുന്നേ ഉള്ളൂ. അവസാനം റൂക്ക് എല്ലാം അക്സെപ്റ്റ് ചെയ്തു. അവൻ നൈറ്റിനെ എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. അവസാനം നൈറ്റിനെ അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇവൻ റിസൈൻ ചെയ്തു. നമുക്ക് അതിനെ നമ്മുടെ മെയിൻ ഗെയിമിൽ പോയി അനലൈസ് ചെയ്യാം. സംഭവം നടന്നത് കണ്ടോ? ഞാൻ ആ ഒരു മൂവ്മെൻ്റ് നടത്തി. ഇത് ആക്ച്വലി ഒരു ബ്രില്യൻ മൂവ്മെൻറ്റാണ്. കാരണം ഈ ബിഷപ്പ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു ബ്രില്യൻ മൂവ്മെൻ്റ് ആയിരുന്നു. എനിക്ക് ബ്രില്യൻ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് പലവണ ഗെയിംസിൽ. ആ ഗെയിംസൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പക്ഷേ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റിലോട്ടാണ് പോയത്. ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഇദ്ദേഹം ഇവിടെ ഈ ബിഷപ്പിനെ അക്സെപ്റ്റ് ചെയ്തില്ല. അക്സെപ്റ്റ് ചെയ്യാതെ ഈ ഒരു പോണിനെ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ക്യൂവിന് വെച്ച് അക്സെപ്റ്റ് ചെയ്തു, ഇങ്ങനെ പോയി. എന്നിട്ട് ഫൈനലി ആ ഗെയിം ഒരു എൻഡിലോട്ട് പോയി. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇദ്ദേഹം റിസൈൻ ചെയ്തു. ഒരു കാര്യം മനസ്സിലാക്കുക, 1855 റേറ്റിംഗ് ഉള്ള ഒരു സുഹൃത്താണ് ഈ കളിച്ചത്. ആ സുഹൃത്താണ് ഈ തോറ്റതും. വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലാണെന്നറിയാം, പക്ഷേ ഇതൊരു അനാലിസിസ് ആണ്. അനാലിസിസിൽ എനിക്ക് ആദ്യം കുറച്ച് ഇൻട്രഡക്ഷൻ എടുക്കേണ്ടി വന്നു. പിന്നെ ഗെയിംസ് ഒന്ന് ശരിക്കും അനലൈസ് ചെയ്യണം. ചുമ്മാ അനാലിസിസ് ചെയ്തത് മുമ്പിലോട്ട് പോയാൽ നിങ്ങൾ വിചാരിക്കും ഏത് കോന്തനാണ്. അല്ല, ആക്ച്വലി ഇത് കറക്റ്റായിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ നടത്താതെ നമുക്കിത് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് വീഡിയോയ്ക്ക് ആയത്. ഇനി നമുക്ക് മറ്റേ വീഡിയോസ് കണ്ടു നോക്കാം ഞാൻ എങ്ങനെയൊക്കെയാണ് ജയിച്ചതെന്നുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ കാണിക്കാമെന്ന്. ഇത് വേറൊരു മാച്ചാണ്. കളിക്കുന്നത് മാസ്റ്റർ കിനാൻ എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ കൂടെ. അവൻ്റെ 1833. അന്ന് എൻ്റെ റേറ്റിംഗ് 1782 ഉള്ളൂ. ആ സമയത്തും ഇതുപോലെ ഞാനൊരു മൂവ്മെൻ്റ് എടുത്ത് ഈ ഒരു പർട്ടിക്കുലർ പൊസിഷൻ, ഇങ്ങനൊരു പൊസിഷൻ എത്തിയതൊക്കെ കുറച്ച് അതേപോലെ സ്റ്റാർട്ടിങ് വെച്ച് തന്നെ ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഞാനൊരു ക്രൂഷ്യൽ ഒരു ക്രിക്കറ്റ് മൈൻഡോടെ ഞാനൊരു മൂവ്മെൻറ്റ് കളിക്കുന്നുണ്ട്. റൂക്കിനെ എടുത്ത് ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബിഷപ്പ് ഇവിടെ ഓപ്പണാണ്. എനിക്ക് ഈ ബിഷപ്പിനെ മാറ്റണം. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യതയില്ല. കാരണം ഈ വെള്ള ബിഷപ്പ് ഇവിടെ ആയിരിക്കുന്നത്, ഈ പോയിന്റിലില്ല. അപ്പോൾ ഈ ലൈൻ എയിം ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ഇനി ഈ ബിഷപ്പിനെ മാറ്റിയാൽ മതി. ഈ ബിഷപ്പിനെ മാറ്റാൻ വേണ്ടി ഞാൻ റൂക്കിനെ ഇട്ട് കൊടുത്തു. ഇവൻ ആ സാഹചര്യം മുതലെടുത്ത് നൈറ്റിനെ എടുത്തു. പക്ഷേ എനിക്ക് ഈ ബിഷപ്പിനെ കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ബിഷപ്പിനെ എടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടു. ഇവിടെ ആക്ച്വലി ഒരു ഐഡിയ ഉണ്ട്. ഈ റൂക്കിനെ വെച്ച് ഇത് ക്യാപ്ചർ ചെയ്ത് ഈ ബിഷപ്പ് ഒന്ന് ക്യാപ്ചർ ചെയ്താൽ നൈറ്റ് വെച്ച് മന്ത്രി വെച്ച് ക്യാപ്ചർ ചെയ്യണം, അതിന് ക്യൂൻ വെച്ച് ക്യാപ്ചർ ചെയ്യണം. നമുക്കൊരു പീസ് എന്തായാലും എക്സ്ട്രാ കിട്ടുന്നത്. അതായത് ഒരു റൂക്ക് അഗെയിൻസ്റ്റ് 2 പീസ്. ആക്ച്വലി റൂക്കിനെ കളഞ്ഞാലും കുഴപ്പമില്ല, 2 പീസിനെ കിട്ടുന്നതല്ലേ. അത് ചെയ്യാമായിരുന്നു. പക്ഷേ എൻ്റെ ഐഡിയ ഇവിടെ വേറെ. അതാണ് നമ്മളൊരു ഉദ്ദേശത്തോടെ കളിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ മൈൻഡിൽ ആ ഒരു മൈൻഡ് സെറ്റ് ആയിപ്പോവും. അപ്പം ഞാൻ ഈ ബിഷപ്പിനെ കളഞ്ഞില്ല. ഇദ്ദേഹം വളരെ സിമ്പിളായിട്ട് വന്നിട്ട് ഈ ഒരു റൂക്കിനെ അടുത്ത് ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്തത്. ഹി ക്യാപ്ചർഡ് ദ ബിഷപ്പ് ദ റൂക്ക്. അപ്പോൾ എൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് ഇനി ഇവിടെ വർക്കൗട്ടും. ഈ ഒരു പോയിന്റിൽ നിന്ന് ആ ബിഷപ്പിനെ ഞാൻ കളഞ്ഞു. അടുത്ത ഞാൻ ആദ്യം ആ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്തു, അല്ലെ ആ പീസ് നഷ്ടപ്പെടും. എന്നിട്ട് ഇദ്ദേഹം നൈറ്റ് വെച്ച് തിരിച്ചുപോയി. കാരണം അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല, അറ്റാക്കിൻ്റെ അല്ല, അടുത്ത ഞാൻ ഈ ബിഷപ്പിനെ എടുത്തിടും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പോൾ എന്തായാലും ഇദ്ദേഹം നൈറ്റ് വെച്ച് ബാക്കിലോട്ട് പോകണം. അപ്പോൾ അത് വിചാരിച്ച് ഇദ്ദേഹം നേരത്തെ ബാക്കിലോട്ട് ചാടി. അപ്പം ഞാനത് എക്സിക്യൂട്ട് ചെയ്തു. എന്നിട്ട്
ഇത് ചെയ്തു. പക്ഷെ ഇത്തവണ ഇദ്ദേഹം അകത്തോട്ട് പോയില്ല. അകത്തോട്ട് പോയാൽ ചെക്ക്മേറ്റ് ആവും. നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ ഒരു വേരിയേഷൻ, ആ വേരിയേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇനി ബാക്കിലോട്ട് പോകും, അത് നമുക്ക് അനലൈസ് ചെയ്യാം. ഞാൻ അനലൈസ് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹം ഫ്രണ്ടിലോട്ട് വന്നു ഞാൻ മന്ത്രം എടുത്തിട്ടു. അപ്പം പോണിനെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്തു. പക്ഷേ ഇവിടെ എംപസാൻഡ് പോസിബിൾ ആണ്, എംപസാൻഡ് എടുത്തു. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് മൂവ്മെൻറ്റ് കാണാൻ പറ്റൂ. ഐ പ്ലേഡ് നൈറ്റ് ആൻഡ് കംസ് വിത്ത് എ ചെക്ക് ഫോർക്കിംഗ് ദ ക്യൂൻ. അപ്പോൾ ക്യൂൻ ഇവിടെ നഷ്ടപ്പെടും. അങ്ങനെ ഇദ്ദേഹം അടുത്ത മൂവ്മെൻറ്റ്സ് ഇതെല്ലാം ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത് റൂക്കിനെ അക്സെപ്റ്റ് ചെയ്തു. ലാസ്റ്റ് ഇങ്ങനെ ഈ ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് എന്താ കാര്യം, ക്യൂൻ അഗെയിൻസ്റ്റ് ബിഷപ്പ് എന്തായാലും ക്യൂനെ ജയിക്കത്തുള്ളൂ. അങ്ങനെ സിമ്പിളായിട്ട് ഇദ്ദേഹം ഇത് റിസൈൻ ചെയ്യായിരുന്നു. ഇങ്ങനെ പല വീഡിയോസ് ഉണ്ട്, പക്ഷെ അതൊക്കെ തപ്പിപ്പിടിക്കണം. എൻ്റെ ഡാറ്റാബേസിൽ പോയി പിടിക്കണം. അതെനിക്ക് ഓർമ്മയില്ല. കിട്ടുന്ന അനുസരിച്ച് ഞാൻ ഓരോ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കാം. ഞാനൊരു ട്രയൽ എന്ന രീതിയിൽ ഞാൻ അടുത്ത വീഡിയോസിൽ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പം എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോയുടെ ലെങ്ത്തും പരിഗണിച്ച് നമുക്ക് ഇത്രേ പറ്റത്തുള്ളൂ. ഇതൊരു വളരെ ഒരു ക്രൂഷ്യൽ ചീപ്പ് ട്രിക്കാണ്. പക്ഷെ ചീപ്പ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പലവർക്കും ഇത് അറിഞ്ഞുകൂടാ. 2000-ന് മേളിൽ റേറ്റിംഗ് ഉള്ളവർ എൻ്റെ കൂടെ തോറ്റിട്ടുണ്ട്. അത് ഞാൻ ഡാറ്റാബേസിൽ തപ്പിയെടുക്കണം. പക്ഷേ ഇതൊരു വളരെ ചീപ്പ് ട്രിക്കാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബിഷപ്പ്, ബ്ലാക്ക് ബിഷപ്പിൻ്റെ കാര്യം, പിന്നെ വൈറ്റ് ബിഷപ്പിൻ്റെ കാര്യം, പിന്നെ ഈ ഒരു ട്രിക്കിന് ചിലവർ പേര് വിളിക്കുന്ന ഗ്രീഫ് ഗിഫ്റ്റ് സാക്രിഫൈസ് എന്നാണ്. ഇതിനെക്കുറിച്ച് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് നേരത്തെ. ആ വീഡിയോയും ഞാൻ ലിങ്കിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ക്യൂൻസ് ഗാംബിറ്റിന് താല്പര്യമുള്ളവർ എൻ്റെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ക്യൂൻസ് ഗാംബിറ്റിൻ്റെ എല്ലാ വേരിയേഷൻ മനസ്സിലാവും. അടുത്ത വേരിയേഷൻ ഞാൻ ഇതായിട്ടല്ല വരുന്നത്, എൻ്റെ മറ്റ് ഗെയിംസ് ആയിട്ടായിരിക്കും. ഇത് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. എൻ്റെ ഒരു മിസ്റ്റേക്ക് ഞാൻ കമ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു, ആ വെള്ള ബിഷപ്പിനെ ആ ലൈനിൽ നിന്ന് പറഞ്ഞു. അതും എനിക്കൊരു പുതിയ നോളജായിരുന്നു. കാരണം ബ്ലിറ്റ്സിൽ നമുക്ക് അധികം ചിന്തിക്കാനുള്ള നേരമില്ല. ഒരു 3-4 മൂവ്മെൻറ്റ് ഫ്രണ്ടിലോട്ട് കാണാൻ പറ്റത്തില്ല. കാരണം ടൈമിൻ്റെ പരിമിതികൾ, 5 മിനിറ്റേ ഉള്ള കളി, പിന്നെ 5+0 ഒരു ഇൻക്രിമെൻറ്റും ഇല്ല. അപ്പോൾ പിന്നെ അങ്ങനെ ചിന്തിച്ച് കളിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ എഞ്ചിൻ്റെ കൂടെ അല്ല കളിക്കുന്നത്, ഞാൻ വെറും ഒരു മനുഷ്യൻ്റെ കൂടെ കളിക്കുന്നത്. ആ ഒരു രീതിയിലൊക്കെ പരിഗണിക്കുമ്പോൾ ഇതൊക്കെ ആപ്ലിക്കബിൾ ആണ്. പിന്നെ നമ്മൾ കുറേ കളിച്ച് തോക്കുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് എല്ലാ മൂവ്മെൻറ്റ്സും കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ ചെസ്സ് പോയി ശരിക്കും ഒരു നല്ലൊരു ട്രെയിനറിനോട് ഇരുന്ന് പഠിക്കണം. പക്ഷേ അതിനൊക്കെ സമയം വേണം, പിന്നെ അതിന് ഇൻട്രസ്റ്റ് വേണം, അതിന് നമ്മുടെ സമയം കണ്ടിട്ടും നമുക്ക് അതിന് ഒരു ചാൻസുകളൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കളിച്ചുള്ള എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ. ഹലോ, വീണ്ടും ചാനലിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ഗെയിമിൽ നമ്മൾ തുടങ്ങി വെച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഗെയിംസ് അനലൈസ് ചെയ്യുക. അതിൽ നമ്മൾ ക്യൂൻസ് ഗാംബിറ്റ് ഓപ്പൺ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു പ്രത്യേകിച്ചൊരു സെഷനാണ് നടക്കുന്നത്. ക്യൂൻസ് ഗാംബിറ്റിൽ ഓപ്പൺ ചെയ്യുന്നവർക്ക് സന്തോഷപൂർവ്വം ഇത് കണ്ടു കഴിഞ്ഞാൽ പല കാര്യങ്ങളും മനസ്സിലാവും. അതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ട്രിക്ക് പഠിപ്പിച്ചു തന്നിരുന്നു, ഒരു ചീപ്പ് ട്രിക്ക്. ആ ചീപ്പ് ട്രിക്കിൻ്റെ പേര് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് ഗിഫ്റ്റ് സാക്രിഫൈസ്. പക്ഷേ കഴിഞ്ഞ മാച്ചിൽ ഞാനത് എടുത്തപ്പോൾ എനിക്കൊരു ബ്ലണ്ടറാണത് കിട്ടിയത്. എന്നിട്ട് ഞാൻ ആ കളി ജയിച്ചു. നിങ്ങൾക്ക് ആ കളി ഒന്ന് കണ്ടുനോക്കുക, അത് ലിങ്കിലുണ്ട്. പക്ഷേ ഈ അടുത്ത സമയത്ത് എനിക്ക് 2 ഗെയിംസ് കിട്ടി വിത്ത് ബ്രില്യൻറ്റ് മൂവ്സ്. അപ്പോൾ ആ ഗെയിംസാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഞാൻ കളിക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ കൂടെ. ഇദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 1823. അപ്പോൾ നമ്മളിവിടെ വൈറ്റ് ആണ്, ഇദ്ദേഹം ബ്ലാക്ക് ആണ്. നമ്മളാദ്യം ക്യൂൻസ് ഗാംബിറ്റ് ഓപ്പണിംഗ്, ദാറ്റ് ഇസ് പോൺ ടു d4, അടുത്ത പോൺ ടു d5, അടുത്ത പോൺ ടു c4, പോൺ ടു e6, അടുത്തത് പോൺ ടു e3, അടുത്ത പോൺ ക്യാപ്ചേഴ്സ് ഓൺ c4, ബിഷപ്പ് ക്യാപ്ചേഴ്സ് ഓൺ c4, pawn to c6, knight to f3, knight to f6, knight to c3. ഇതുവരെ കാഷ്വൽ ഡെവലപ്മെൻറ്റ്സ്. അടുത്ത ഇദ്ദേഹം പോണിനെ ഡബിൾ ചാടിക്കുന്നുണ്ട് എൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അറ്റ് b5. അപ്പോൾ ഞാൻ ബിഷപ്പിനെ മാറ്റണം. ബിഷപ്പിനെ ഞാൻ d3 പുഷ് ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹം ജസ്റ്റ് പോണിനെ പുഷ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഈ പോണിനെ ഫ്രണ്ടിലോട്ട് തള്ളുന്നു, ദാറ്റ് ഇസ് പോൺ ടു e4. അപ്പോൾ നമ്മുടെ ഇവിടെ ട്രിക്ക് നടത്തണമെങ്കിൽ 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ആദ്യത്തെ കാര്യം ഈ നൈറ്റിനെ ഒഴിവാക്കുന്നതാണ്. അപ്പോൾ ഈ നൈറ്റിനെ ഒഴിവാക്കണം, ഞാൻ വീണ്ടും അടുത്ത മൂലയിൽ ഈ പോണിനെ പുഷ് ചെയ്യണം. അപ്പോൾ ഇദ്ദേഹം ആ സാഹചര്യം എനിക്ക് ഒരുക്കി തരും. ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു, ഞാൻ പോണിനെ പുഷ് ചെയ്യുന്നു. നൈറ്റിനെ ഇദ്ദേഹം ഒരു അറ്റാക്കാണ്, അപ്പോൾ നൈറ്റിനെ ചാടിക്കുന്നു. നൈറ്റിനെ ചാടിക്കുമ്പോൾ സിമ്പിളായിട്ട് ക്യാപ്ചർ ചെയ്യും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് തലവേദന ഒഴിവായി കിട്ടി. അപ്പം ഇദ്ദേഹം പോണിനെ വെച്ച് ക്യാപ്ചർ ചെയ്യുന്നു. അടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുന്നു. ഇദ്ദേഹം അപ്പോൾ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഈ ട്രിക്ക് ചെയ്യണമെങ്കിൽ വേറെ 2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഒന്ന്, ഈ വെള്ള ബിഷപ്പ് ഈ ലൈനിൽ പാടില്ല, അല്ലെ ഇവിടെ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ വേണം. അതിവിടെ കറക്റ്റാണ്, ഇവിടെ നടന്നു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ബിഷപ്പ് ഇവിടെ പാടില്ല.
അതായത് ബ്ലാക്ക് ഡയഗണൽ കട്ട് ചെയ്യുന്ന ബിഷപ്പ് ഇവിടെ പാടില്ല. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഒരു ബെയ്റ്റ് പോലെ ഒരു പോണിനെ ഇട്ട് കൊടുക്കുന്നു. ദാറ്റ് ഇസ് പോൺ ടു B4. കാരണം ഇവിടെ ഒരു ഐഡിയ വേണം. ചെസ് എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ഐഡിയ നമ്മൾ ജനറേറ്റ് ചെയ്യുക, ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ജയിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പോണിനെ പുഷ് ചെയ്ത് കൊടുത്തപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു, ചാടി കയറി ആ പോണിനെ വന്ന് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു തലവേദന മാറി. ഇനി ഇദ്ദേഹം ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു റാൻഡം ആയിട്ടൊരു മൂവ്മെൻറ്റ് കളിക്കുന്നു. ദാറ്റ് ഇസ് പോൺ ടു H3. അപ്പോൾ ഇദ്ദേഹം ക്യാൻസൽ ചെയ്ത് സെക്യൂർ ആയെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ എന്താ ഇപ്പോൾ ചെയ്തതെന്ന് അവന് തന്നെ അറിഞ്ഞുകൂടാ. അവനൊരു വലിയ ബ്ലണ്ടറാണ് നടത്തിയത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അതിൻ്റെ അനാലിസിസ് ഞാൻ വേറെ ബോർഡിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ അനലൈസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു സാഹചര്യത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. അതായത് നമ്മുടെ വെള്ള ബിഷപ്പ് ഈ ലൈനിലുണ്ട്, ബ്ലാക്ക് ഡയഗണൽ കട്ട് ചെയ്യുന്ന ബിഷപ്പ് ഇവിടെ ഉണ്ട്, നൈറ്റ് ഇവിടെ ഉണ്ട്, ക്യൂൻ ഈ ലൈനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ മൂവ് കാണാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, ചിന്തിച്ച് നോക്കുക. ആ മൂവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സൂപ്പർ മൂവ്. ആൻഡ് ഈ ഒരു മൂവിലാണ് എനിക്ക് ബ്രില്യൻറ്റ് മൂവ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അനാലിസിസിൽ എനിക്ക് കിട്ടിയത് ബ്രില്യൻറ്റ് മൂവ്. കഴിഞ്ഞ മാച്ചിൽ അത് ബ്ലണ്ടർ ആയിരുന്നു. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ എനിക്കത് ബ്രില്യൻറ്റ് മൂവാണ് കിട്ടിയത്. ആൻഡ് ദാറ്റ് ഇസ് ബിഷപ്പ് ക്യാപ്ചേഴ്സ് അറ്റ് H7. ഇറ്റ് കംസ് വിത്ത് എ ചെക്ക്. അപ്പോൾ അടുത്തത് കിങ്ങിന് രണ്ട് മൂവ്മെൻ്റ് ഒന്ന് ഇവിടെ പോവാം, അല്ലെങ്കിൽ ഈ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യും. ഇദ്ദേഹം ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്തു. അകത്തോട്ട് പോയാലുള്ളത് ഞാൻ കഴിഞ്ഞ മാച്ചിൽ കാണിച്ചിട്ടുണ്ട്, സിമ്പിളായിട്ട് തോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ നൈറ്റിനെ വെച്ച് ചെക്ക് വിളിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബിഷപ്പ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ വന്ന് ക്യാപ്ചർ ചെയ്തതിനെ നമ്മൾ റീക്യാപ്ചർ ചെയ്തിട്ട് കാര്യമില്ല, ക്യൂൻ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ നമുക്ക് രണ്ട് പീസ് നഷ്ടപ്പെടും. ഇവിടെ ഈ ക്യൂൻ ഉള്ളു ഇപ്പോൾ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ ക്യൂൻ വന്ന് ക്യാപ്ചർ ചെയ്താൽ കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, ബിഷപ്പ് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ക്യൂൻ നഷ്ടപ്പെടാൻ നമുക്ക് സുഖമായിട്ട് ജയിക്കാം. അപ്പോൾ അവനത് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ അടുത്തത് ഇദ്ദേഹത്തിൻ്റെ നല്ല മൂവ്മെൻറ്റ് എടുത്ത് വെളിയിലോട്ട് ചാടുന്നതായിരുന്നു. പക്ഷേ ഇദ്ദേഹം അകത്തോട്ട് പോയതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒളിക്കാവുന്നതായിരിക്കും. പക്ഷേ കാര്യമില്ല, ഇത് തോക്കാൻ വേണ്ടിയുള്ള ഒരു കളിയെ പുള്ളി കളിച്ചത്. അടുത്തത് മൂവ്മെൻറ്റ് ഏതാണ്? ദാറ്റ് ഈസ് ക്യൂൻ ടു H5. അപ്പോൾ ഈ സൂപ്പർ മൂവ്മെൻറ്റിൽ അടുത്ത ചെക്ക്മേറ്റ് ത്രെട്ടാണ്. ഒരു വഴിയുണ്ട് സിമ്പിളായിട്ട് എന്ന് പറഞ്ഞാൽ ക്യൂവിനെ കളയുക. ക്യൂവിനെ കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അത് വലിയൊരു നഷ്ടമാണ്. തോറ്റാലും കുഴപ്പമില്ല, ക്യൂൻ പോവല്ല എന്നൊരു ചിന്താഗതിയിലാണ് ഇദ്ദേഹം കളിക്കുന്നത്. പലവരുടെയും പ്രശ്നം അതാണ്. കുഴപ്പമില്ല. അപ്പോൾ ഇദ്ദേഹം ഇനി കിങ്ങിനെ എസ്കേപ്പ് ചെയ്യാൻ ഒരു റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ റൂക്കിനെ മാറ്റുക എന്നാണ് ഒരു പൊസിഷൻ. അപ്പോൾ റൂക്കിനെ മാറ്റി നിങ്ങളൊരു ചെക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇവിടെ കൂടെ ഇറങ്ങി പതുക്കെ ഇങ്ങനെ ഓടി രക്ഷപ്പെടുന്ന പോലെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതാണ് സംഭവ ഉദ്ദേശം. പക്ഷേ നിങ്ങൾക്ക് വീണ്ടും മൂവ് കാണാൻ പറ്റുമോ? ചെസ്സിൻ്റെ ബ്യൂട്ടി അതാണ്. നമ്മൾ ഒരു രീതിയിൽ എസ്കേപ്പ് ചെയ്യാൻ നോക്കിയാലും പല രീതിയിൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. പല രീതിയിലും ക്ലോസിങ് ഒരു മെൻറ്റാലിറ്റി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കളിച്ച മൂവ്മെൻ്റ് ആണ് ക്യൂൻ ക്യാപ്ചേഴ്സ് ഓൺ F7. അതവൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ റൂക്കിൻ്റെ അറ്റാക്ക് പോയി. അപ്പോൾ ഇനിയിപ്പം കിങ്ങിന് ഇങ്ങോട്ട് പോകാനേ പറ്റൂ. അപ്പോൾ കിങ്ങിനെ അങ്ങോട്ട് മാറി H8ലോട്ട്. വീണ്ടും ഞാൻ താഴോട്ടൊന്നൊരു ചെക്ക് വിളിച്ചു. അടുത്ത് ഇങ്ങോട്ട് പോയി. ഞാൻ വീണ്ടും ഒരു ചെക്ക് വിളിച്ചു. പുള്ളിക്ക് എന്തുകൊണ്ട് ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലെന്നറിയാം. കാരണം ഈ നൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര നൈറ്റ് തന്നെ കേട്ടോ, ഒരു ഹൊറിബിൾ നൈറ്റാണ്. ചെക്ക് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് പോയി. വീണ്ടും ഞാൻ താഴോട്ട് ഇറങ്ങി ചെക്ക് വിളിച്ചു. വീണ്ടും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ഇങ്ങോട്ടേ പോകാൻ പറ്റൂ. പക്ഷേ അങ്ങോട്ട് പോയതും എന്ത് പറ്റി? പോൺ ക്യാപ്ചേഴ്സ് ആൻഡ് ദിസ് ഇസ് ചെക്ക്മേറ്റ്. കാരണം എന്താ? ഈ ഒരു ബ്യൂട്ടിഫുൾ പോൺ ഈ രണ്ട് സ്ക്വയറും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്രിക്ക് എങ്ങനെയുണ്ട്? ഒരു ബിഷപ്പിനെ കളഞ്ഞാൽ മതി, കാര്യം നടന്നു. അതാണ് സംഭവം. ഇത് ഇനി നമുക്ക് അനാലിസിസിൽ എനിക്ക് ബ്രില്യൻ മൂവ് കിട്ടിയോ കിട്ടിയില്ലേ എന്നൊരു സംശയം നിങ്ങൾക്ക് വരും. അതായത് ഞാൻ കള്ളമാണോ പറയാൻ, നമുക്കത് കണ്ടു നോക്കാം. നേരെ അനാലിസിസിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ അനാലിസിസ് നമ്മൾ ക്യൂൻസ് ക്യാപിറ്റ് വെച്ച് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ഇവിടെ വരെ എത്തി. നമ്മൾ പോണിനെ പുഷ് ചെയ്ത് നൈറ്റിനെ മാറ്റി. നൈറ്റ് മാറുന്നു, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പോൺ പോകുന്നു, ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഈ ബിഷപ്പ് വന്നപ്പോൾ ഞാൻ ഒരു പോണിനെ ഇട്ട് കൊടുത്ത് തിന്നാൻ. ഇദ്ദേഹം ഓടി വന്നത് അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു പോണിനെ പുഷ് ചെയ്തു. ഇതൊക്കെ ചുമ്മാ ഒരു മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. പക്ഷേ എൻ്റെ ഉദ്ദേശം വേറെ. ഞാൻ കളിക്കുന്നത് എഞ്ചിൻ്റെ കൂടെ അല്ല, കളിക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ. അപ്പം മനുഷ്യൻ ചിന്തിക്കുന്ന പോലെയല്ലേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. എന്തായാലും ഇദ്ദേഹം ക്യാൻസൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ബാറ് കൂടി വന്നത്. പക്ഷെ ആ മൂവ്മെൻറ്റ് കണ്ടുപിടിക്കണം. അതാണ് ഈ മൂവ്മെൻറ്റ്. ദാറ്റ് ഇസ് ഗ്രീക്ക് ഗിഫ്റ്റ് സാക്രിഫൈസ് കംസ് വിത്ത് എ ബ്രില്യൻ മൂവ്. ഇതുകൊണ്ടോ രണ്ട് ഡബിൾ എക്സ്ക്ലമേഷനാണ് വന്നിരിക്കുന്നത് വിത്ത് എ ലൈറ്റ് ബ്ലൂ ടിൻറ്റ്. അത് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അതൊരു ബ്രില്യൻ മൂവ് ആണെന്ന്. ഇറ്റ്സ് എ വെരി ഹാർഡ് മൂവ് ടു ഫൈൻഡ്. അപ്പോൾ ഇദ്ദേഹം അത് വന്ന് ക്യാപ്ചർ ചെയ്ത് ഞാൻ നൈറ്റ് വെച്ച് ചെക്ക് വിളിച്ചു. അപ്പോൾ അതൊരു ഗ്രേറ്റ് മൂവ്. അപ്പം ഇദ്ദേഹം അകത്തോട്ടാണ് പോയത്. അകത്തോട്ട് പോയി ഞാൻ ക്യൂവിനെ വെച്ച് വന്നു. അടുത്ത് നിങ്ങൾക്കറിയാം വീണ്ടും ഗ്രേറ്റ് മൂവ്, ചെക്ക്മേറ്റ് ത്രെട്ടാണ്. ഏറ്റവും നല്ല മൂവ്മെൻറ്റ് ഇവർ പറയുന്നത് ക്യൂവിനെ കളയാനാണ്. പക്ഷെ കാര്യമില്ല, ഇദ്ദേഹം ഇതാ കളിച്ചത്. ഞാൻ ചെക്ക് വിളിച്ചു, താഴെ വന്നു, ചെക്ക് വിളിച്ചു, വീണ്ടും ചെക്ക് വിളിച്ചു, ചെക്ക്മേറ്റ്. സിമ്പിൾ ചെക്ക്മേറ്റ്. ഈ കളിയിൽ എൻ്റെ റിവ്യൂ അനുസരിച്ച് എൻ്റെ ആക്യുറസി എത്രയെന്നറിയോ? ഏകദേശം 92% ആക്യുറസി കിട്ടിയ ഗെയിമാണിത്. 92% ആക്യുറസി. അപ്പോൾ അതൊരു സൂപ്പർ മൂവ്മെൻ്റ് ആണെന്ന് ഞാൻ തെളിയിക്കുകയാണ് ചെയ്തത്.
ഇനി നമുക്ക് അടുത്ത ഗെയിം കണ്ടുനോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത മാച്ച് കണ്ടുനോക്കാം. ഇവിടെ നിന്ന് ഞാൻ കളിക്കുന്നത് മാഗ്നസ് ചെസ്സിൻ്റെ കൂടെയാണ്. കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള മൂവ്മെൻറ്റ് കളിക്കുന്നവൻ്റെ കൂടെയാണ് ഞാൻ കളിക്കുന്നത്. അവൻ്റെ റേറ്റിംഗ് 1850 ആണ്. അപ്പോൾ ഇവിടെ വീണ്ടും ഞാൻ ക്യൂൻസ് ഗാംബിറ്റ് ഓപ്പണിംഗ്, ദാറ്റ് ഇസ് പോൺ ടു d4 d5 c4 e6 e3 knight to f6 knight to f3 ബിഷപ്പ് ടു e7 knight to c3 ആൻഡ് ഇദ്ദേഹം ക്യാൻസൽ ചെയ്യുന്നു. അപ്പം ഞാൻ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് ബിഷപ്പ് ടു d3. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ട്രിക്ക് നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാഷ്വൽ മൂവ്മെൻറ്റ്സ് ഇത്ര എത്തും. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ജസ്റ്റ് പോണിനെ ഡെവലപ്പ് ചെയ്യുന്നു, ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. പോൺ ക്യാപ്ചേഴ്സ് ഓൺ c4, ബിഷപ്പ് ക്യാപ്ചേഴ്സ് ഓൺ c4. അടുത്തത് ഈ പോണിനെ ഡബിൾ ചാടിക്കുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ബിഷപ്പിനെ താഴോട്ട് റിട്രീറ്റ് ചെയ്യുന്നു, ദാറ്റ് ഇസ് ബിഷപ്പ് ടു d3. ഇദ്ദേഹം ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു, ഞാൻ പോണിനെ പുഷ് ചെയ്യുന്നു. എൻ്റെ ഫസ്റ്റ് ഉദ്ദേശം ഈ നൈറ്റിനെ ഒഴിവാക്കുക, എന്നാലേ അടുത്ത പുഷിലേ അത് നടക്കത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ജസ്റ്റ് പോണിനെ പുഷ് ചെയ്യുന്നു, ഞാൻ അത് മൈൻഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് പോണിനെ അങ്ങ് പുഷ് ചെയ്യുക, ചുമ്മാ സിമ്പിളായിട്ട്. ഇദ്ദേഹം ചാടി, ദാറ്റ് ഇസ് നൈറ്റ് ടു d5, ഞാൻ സുഖമായിട്ട് അതങ്ങ് ക്യാപ്ചർ ചെയ്യും. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് കാര്യം നടന്നു, അതായത് നൈറ്റിനെ ഒഴിവാക്കി. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ള ബിഷപ്പ് ഈ ലൈനിൽ പാടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ, അതും നടന്നു. മൂന്നാമത്തെ കാര്യം ഈ ബ്ലാക്ക് ബിഷപ്പിനെ ഇവിടെ നിന്ന് ഒഴിവാക്കുക, അതാണ് എൻ്റെ മെയിൻ ഐഡിയ. അപ്പോൾ ബ്ലാക്ക് ബിഷപ്പിനെ ഒഴിവാക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കണം. ഒന്ന് നോക്കാം. പോൺ ക്യാപ്ചേഴ്സ്, ഞാൻ ഈ പോണിനെ ഞാൻ ക്യാപ്ചർ ചെയ്യുന്നു. ഇപ്പം നേരത്തെ ഇട്ട് തന്ന ആ ഒരു പോണിനെ ഞാൻ ക്യാപ്ചർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ കോഴിക്ക് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കത്തില്ല, ഇങ്ങനെ വന്ന് 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 അതിനെ പിടിക്കുക, ആ ഒരു ട്രിക്കാണ് ഇവിടെ സംഭവം. സിമ്പിൾ ബെയ്റ്റിംഗ് ത്രെട്ടാണ്. അപ്പോൾ ഇദ്ദേഹം സുഖമായിട്ട് വന്ന് ബിഷപ്പ് വെച്ചത് ക്യാപ്ചർ ചെയ്യുന്നു. അപ്പോൾ ഈക്വൽ അല്ലേ? പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ആ ഒരു 3 കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ബിഷപ്പ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ലൈൻ ഈ ഒരു ഡയഗണലിൽ ബ്ലാക്ക് ബിഷപ്പ് കട്ട് ചെയ്യുന്നുണ്ട്, നൈറ്റ് ഇവിടെ ഉണ്ട്, ക്യൂൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ആ ഒരു ഫാക്ടർ തുടങ്ങാം, അതായത് ബിഷപ്പ് ക്യാപ്ചേഴ്സ് ഓൺ h7 and this comes with a check and this is a brilliant move. ഞാൻ റിവ്യൂവിൽ അനാലിസിസിൽ കാണിച്ചു തരാം. ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ ചെക്ക് വിളിക്കുന്നു. കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടു ഇദ്ദേഹം ബാക്കിലോട്ട് പോയി സുഖമായിട്ട് തോറ്റു. പക്ഷേ ഇദ്ദേഹം അത്ര പെട്ടെന്ന് തോക്കുന്നവനല്ല, മാഗ്നസ് ചെസ്സാണ്. അപ്പോൾ ഇദ്ദേഹം ഇറങ്ങി വെളിയിലോട്ട് വന്നു. അപ്പോൾ അടുത്ത മൂവ്മെൻറ്റ് എന്താണ്, എന്ത് ചെയ്യും? ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ വന്നിട്ട് കാര്യമില്ല. എന്താണ് കാര്യം? ഇവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ റിവ്യൂവിൽ പറഞ്ഞുതരാം എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളത്. ഓക്കെ, അടുത്ത ഇദ്ദേഹം ഞാൻ ക്യൂവിനെ എടുത്തിടുന്നു, ദാറ്റ് ഇസ് ക്യൂൻ ടു g4. അതായത് ഒരു ഡിസ്കവേർഡ് ചെക്കാണ്. ഇപ്പോൾ ഈ കിങ് ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ ഡിസ്കവേർഡ് ചെക്ക്, എന്നിട്ട് ഈ ഒരു ക്യൂവിനെയും റൂക്കിനെയും കൂടെ ഒരുമിച്ച് ഫോർക്ക് ചെയ്യുക, അതാണ് എൻ്റെ ഒരു ഐഡിയ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ബിഷപ്പ് ടു c8 എന്ന് പറയുന്ന മൂവ്മെൻറ്റ് കളിച്ചു. അതായത് ഞാൻ ഫോർക്ക് ചെയ്തിട്ടും കാര്യമില്ല, ഈ ഒരു എന്താ പറയുക, ക്യൂവിനെ അറ്റാക്ക് ചെയ്യാൻ ബിഷപ്പ് എടുത്തിട്ടേക്കാം. പക്ഷേ ഇവൻ വെറും ആക്ച്വലി കളിച്ചതൊരു ശുദ്ധ ബ്ലണ്ടറാണ്. കാരണം എന്താണെന്നറിയോ? എന്താ കാരണം? ഇവിടം തൊട്ടുള്ളത് നമുക്ക് റിവ്യൂവിൽ തൊട്ട് കണ്ടു നോക്കാം, നമ്മുടെ ബോർഡിൽ അനാലിസിസ്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിലോട്ട് നമ്മൾ എത്തുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇതൊരു ഗ്രേറ്റ് മൂവ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇദ്ദേഹം ബിഷപ്പ് വെച്ച് അക്സെപ്റ്റ് ചെയ്തു, എന്നിട്ട് ഞാൻ അത് കണ്ടോ, ഡബിൾ എക്സ്ക്ലമേഷൻ മാർക്ക് വന്നു, ആൻഡ് കംസ് വിത്ത് എ ബ്രില്യൻ മൂവ്. ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു, ഞാൻ ചെക്ക് വിളിച്ചു, ഇദ്ദേഹം വെളിയിലോട്ട് ചാടി, ഞാൻ ക്യൂവിനെ കൊണ്ടുവന്നു. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹം ഇങ്ങോട്ട് പോയിരുന്നെങ്കിൽ എന്താണ് പ്രശ്നം? ഇദ്ദേഹം ഇങ്ങോട്ട് മാറിയെന്ന് വെച്ചു, എന്താ പ്രശ്നം? അപ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. കംസ് വിത്ത് എ ചെക്ക് ഫ്രം ബിഷപ്പ് ആൻഡ് നൗ ഇറ്റ് ഈസ് ഫോർക്കിംഗ് ദ ക്യൂൻ ആൻഡ് റൂക്ക്. അങ്ങനൊരു കുഴപ്പമുണ്ട്, അതാണ് അങ്ങോട്ട് മാറാത്തത്. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവച്ചപ്പോൾ ഇദ്ദേഹം ബിഷപ്പിൻ്റെ അടുത്ത് ഇവിടെ ഇട്ടു. ആക്ച്വലി ഇതൊരു ബ്ലണ്ടറാണ്. കാരണം എന്താണെന്നറിയോ? സിമ്പിളായിട്ട് ഒരു ചെക്ക് വിളിച്ചാൽ മതി. കാരണം ഈ ബിഷപ്പിൻ്റെ ഈ ലൈൻ ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കാം, ആര്? നൈറ്റ് ക്ലോസ് ചെയ്തേക്കാം. അപ്പോൾ ഡയറക്റ്റ് ഒരു ഇൻഡയറക്റ്റ് ചെക്കാണ്, ഡിസ്കവേർഡ് ചെക്കാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങോട്ട് മാറാൻ പറ്റില്ല, പോൺ കവർ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് മാറാൻ പറ്റത്തില്ല, ബിഷപ്പ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ആകെ ഒരൊറ്റ മൂവ്മെൻറ്റേ ഉള്ളൂ, ഇങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് കാര്യമുണ്ടോ? ചെക്ക് മേറ്റാണ്. അപ്പം അങ്ങനെ ഒരു വലിയ പ്രശ്നം വന്നു. അപ്പം അവിടെ വെച്ച് കളി തീർത്താൽ മതിയായിരുന്നു. ആക്ച്വലി ഞാൻ ഈ മൂവ്മെൻറ്റ് കണ്ടില്ല, കാരണം ഞാൻ ടൈമിൽ വളരെ കുറവായിരുന്നു, ബ്ലിറ്റ്സ് അല്ലേ. അപ്പം ഞാൻ ആക്ച്വലി ഈ മൂവ്മെൻറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം ഞാൻ ജസ്റ്റ് ക്യൂവിനെ താഴോട്ട് ഇറക്കി. അപ്പോൾ അത് ഹ്യൂജ് മിസ് എന്നാണ് കാണിക്കുന്നത്, ഒരു ഇൻറ്റു മാർക്ക് വന്ന ഹ്യൂജ് മിസ്. അപ്പോൾ കുഴപ്പമില്ല, ഇദ്ദേഹം കിങ്ങിനെ വെച്ച് താഴോട്ട് വന്നു, ഞാൻ ചെക്ക് വിളിച്ചു, ഇദ്ദേഹം ബാക്കിലോട്ട് പോയി. എന്നിട്ട് ഞാൻ ജസ്റ്റ് പോണിനെ ഒന്ന് പുഷ് ചെയ്തു, വെറുതെ ചുമ്മാ ഒരു ചെക്ക് വിളിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എന്തോ എൻ്റെ ട്രിക്കെന്ന്. അപ്പോൾ ഇദ്ദേഹം ഇത് കളിച്ചു, അത് വലിയൊരു മണ്ടത്തരമായി. കാരണം എന്താ, ഞാൻ ജസ്റ്റ് പോണിനെ പുഷ് ചെയ്തു. അപ്പോൾ ഇവിടെ പോൺ സാക്രിഫൈസാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം അറിയാം, ഇത് ഗ്രേറ്റ് മൂവാണ്. ഒരു സിംഗിൾ എക്സ്ക്ലമേഷൻ വന്ന ഗ്രേറ്റ് മൂവ്. കാരണം എന്താ, ഇവനെ ഫോഴ്സ് ചെയ്യാണ് ഇത് ഇങ്ങോട്ട് വരാൻ.
ഇവൻ ഇങ്ങോട്ട് പോകാം, പക്ഷേ ഇങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ബിഷപ്പിൻ്റെ ഡിസ്കവേർഡ് ചെക്ക് വരും, നൈറ്റ് ഇവിടുന്ന് ചാടിയാൽ ക്യൂവിനെ ഫോർക്ക് ചെയ്ത് മാറ്റാം. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത് നടക്കത്തില്ല. പിന്നെ ഇദ്ദേഹം ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇവിടെ വന്ന് ക്യാപ്ചർ ചെയ്തു. ബട്ട് ദാറ്റ് ഈസ് എ ഹ്യൂജ് മിസ്റ്റേക്ക്. കാരണം ഐ ഹാവ് അനദർ ഗ്രേറ്റ് മൂവ്, ദാറ്റ് ഈസ് ക്യൂൻ പ്ലേസ് ടു h2 ആൻഡ് ദിസ് കംസ് വിത്ത് എ ചെക്ക്. ഈ ലൈൻ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാണ്. ആകെ ഒരൊറ്റ മൂവ്മെൻറ്റേ ഉള്ളൂ, ഇങ്ങോട്ട് പോവുക. പക്ഷേ ഇങ്ങോട്ട് പോയിട്ട് കാര്യമുണ്ടോ? ഇറ്റ്സ് ചെക്ക് മേറ്റ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം എന്ത് ചെയ്തു? ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് വന്നു. ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? ചെക്ക് മേറ്റ്. അങ്ങനെ കളി തീർത്തു. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലോട്ട് കണ്ടുനോക്കാം. ഇവിടെ ഞാൻ താഴോട്ട് വന്നു, ഇദ്ദേഹം ഇങ്ങോട്ട് വന്നു, ചെക്ക് വിളിച്ചു. അടുത്തത് പോണിനെ പുഷ് ചെയ്യുന്നു, ദാറ്റ് ഇസ് h4. പോണിനെ പുഷ് ചെയ്തു, ഞാൻ h5ലോട്ട് ഒരു ചെക്ക് വിളിച്ചു, താഴോട്ട് വന്നു, ചെക്ക് വിളിച്ചു, താഴോട്ട് വന്നു, ചെക്ക് വിളിച്ചു. ആൻഡ് ദിസ് ഇസ് ചെക്ക് മേറ്റ്. സോ ഇതിൻ്റെ ഒരു ഫൈനൽ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ചീപ്പ് ട്രിക്കാണെങ്കിലും ഇതിൻ്റെ ബ്രില്യൻസി സൂപ്പർ ബ്രില്യൻസിയാണ്. ബ്രില്യൻറ്റ് മൂവ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ആദ്യത്തെ മാച്ചിൽ എനിക്ക് ഒരു ബ്രില്യൻറ്റ് മൂവും 3 ഗ്രേറ്റ് മൂവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെയും ഒരു ബ്രില്യൻറ്റ് മൂവും 3 ഗ്രേറ്റ് മൂവും ഉണ്ടായിരുന്നു. സോ ഓവറോൾ ചിന്തിച്ചാൽ ഈ ട്രിക്ക് ആർക്കും അറിഞ്ഞുകൂടാ. പകുതി പേർക്കും അറിഞ്ഞുകൂടാ, പകുതി പേർക്ക് അറിയാം. പകുതി പേര് അറിയുന്നവരെന്ത് ചെയ്യുമെന്നറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്യുന്നു? അറിയുന്നവർ ഇവിടെ ഒരു വലിയ കാര്യം ചെയ്യും. അതായത് ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇദ്ദേഹം ഇവിടെ ഒരു മൂവ്മെൻറ്റ് കളിക്കും. അതായത് ഈ പോണിനെ ഇപ്പോൾ പുഷ് ചെയ്തപ്പം അതിന് പകരം ചിലവരെന്ത് ചെയ്യുന്നറിയോ? ഈ പോണിനെ അങ്ങ് പുഷ് ചെയ്യും. ഈ പോണിനെ പുഷ് ചെയ്ത ഈ ട്രിക്ക് നടക്കത്തില്ല. അപ്പോൾ ഇത് സൂക്ഷിച്ചോണം. ഈ പോണിനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റിനെ വെച്ച് ചാടിക്കാൻ പറ്റില്ല, കാരണം പോൺ അക്സെപ്റ്റ് ചെയ്യും. അതാണ് പ്രശ്നം. പലവരും അത് കാണത്തില്ല. ആ കളി കാണാതെ വേറെ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യും. അപ്പം ഞാൻ സുഖമായിട്ട് ഈ പോണിനെ പുഷ് ചെയ്യും. ഇതൊരു ഫോസ്റ്റ് മൂവ്, അല്ലെങ്കിൽ നൈറ്റിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നൈറ്റിനെ ചാടിക്കുക തന്നെ ചെയ്യേണ്ടി വരും. അല്ലെ വേറെ എന്തെങ്കിലും താഴോട്ടൊരു പുഷ്. പക്ഷേ കുഴപ്പമില്ല, എനിക്ക് ബിഷപ്പിനെ ഇവിടെ കൊണ്ട് ഒളിപ്പിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറേ ഐഡിയാസ് ഉണ്ട്. അതൊക്കെ അടുത്ത ഗെയിംസിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഗെയിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ടിൽ ദെൻ ബൈ.